السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഏകനായ റബ്ബിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലേവരിലും സദാ വർഷിക്കുമാറാകട്ടെ. കാരുണ്യക്കടലായ അള്ളാഹുവിൻ്റെ കാരുണ്യവും കരുതലും വാത്സല്യവും സ്നേഹവും സംരക്ഷണവുമെല്ലാം സദാ നമ്മിലേക്ക് വർഷിച്ചുകൊണ്ടേയിരിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിക്കുന്ന നല്ല മനുഷ്യരായി ജീവിച്ചു മരിക്കാൻ നാഥൻ നമുക്കെവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് ഇത്രയും നേരം 5 മണി മുതൽ ഈ സമയം വരെ അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും എല്ലാം കേൾക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി. കേട്ടതും കേൾക്കാൻ പോകുന്നതുമായ കാര്യങ്ങൾ പ്രമാണബദ്ധമാണെങ്കിൽ ജീവിതത്തിൽ പകർത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ സന്തോഷത്തോടെ വന്നിരിക്കുന്ന ഇത്തരം സദസ്സുകളിൽ ജീവിതത്തിന്റെ അവസാനം വരെ ഒന്നിടപെടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുവാനും റബ്ബ് നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ വളരെ സന്തോഷത്തിലാണ്, അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റമദാൻ മാസം നമ്മിലേക്ക് എത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. റമദാനിനെ കുറിച്ചും നോമ്പിനെ കുറിച്ചും
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച ആയത്താണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്കിതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളായ നിങ്ങളുടെ പൂർവികരായ ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? എന്തിനാണ് വ്രതാനുഷ്ഠാനം അനുഷ്ഠിക്കുന്നത്? എന്തിനാണ് നോമ്പെടുക്കുന്നത്? അതിന്റെ ഉദ്ദേശം അത് പടച്ച റബ്ബ് പറഞ്ഞു തരികയാണ്, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായേക്കാം, നിങ്ങൾ മുത്തഖികളായേക്കാം, ജീവിതത്തിൽ തഖ്വയുള്ളവരായി നിങ്ങൾ മാറിയേക്കാമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, സൂറത്തു ആല ഇമ്രാനിൽ അല്ലാഹു നമുക്ക് ഈ ദുനിയാവിന്റെ നശ്വരമായ വഞ്ചനാത്മകമായ ഒരുപാട് ആസ്വാദനങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു. സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. ജനങ്ങൾക്കതാ അലങ്കാരമായി തോന്നുകയാണ്, ജനങ്ങൾക്കതാ സൗന്ദര്യമായി തോന്നുകയാണ്. പലതരത്തിലുള്ള ഷഹവാത്തുകൾ, പലതരത്തിലുള്ള ഇച്ഛകളെ അവർക്കതാ അലങ്കാരമായി തോന്നിപ്പിക്കപ്പെടുകയാണ്. മിനൻ നിസാ, അതിലൊന്നാമത്തെ ഷഹവത്ത് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. ഈ ദുനിയാവിന്റെ വിഷയത്തിൽ മനുഷ്യന് കണ്ണുമഞ്ഞലിക്കാൻ കാരണമാകുന്ന, ആഖിറത്ത് മറന്നുപോകാൻ കാരണമാകുന്ന, സ്വർഗത്തെ മറന്നുപോകാൻ കാരണമാകുന്ന, നരകത്തെ മറന്നുപോകാൻ കാരണമാകുന്ന, മരണത്തെ മറന്നുപോകാൻ കാരണമാകുന്ന ഒന്നാമത്തെ ഷഹവത്തിന്റെ വിഷയത്തിൽ അല്ലാഹു എണ്ണിയത് മിനൻ നിസാ, ഒന്നാമത് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. വൽബനീൻ, രണ്ടാമത്തത് സന്താനങ്ങളാണ്. മനുഷ്യർ അല്ലാഹുവിനെ മറക്കുന്നത് പലപ്പോഴും സന്താനങ്ങളുടെ വിഷയത്തിലാണ്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിലാണ്, അവർക്ക് വേണ്ടി സമ്പാദിക്കുന്ന വിഷയത്തിലാണ്, അവർക്ക് വേണ്ടിയുള്ള ദുനിയവിയായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനുള്ള വിഷയത്തിലാണ്. വൽ ഖനാതീരിൽ മുഖത്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹറസ്. പിന്നീട് മനുഷ്യൻ മറക്കുന്നത്, ആഖിറത്ത് മറക്കുന്നത്, പടച്ചറബിനെ മറക്കുന്നത് ഏതൊക്കെ വിഷയത്തിലാണ്? അതാ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കൂമ്പാരത്തിലാണ്, ഒരുക്കി നിർത്തപ്പെട്ട ആഡംബര വാഹനത്തിലാണ്, അവന്റെ കൃഷിയിടത്തിലാണ്, അവന്റെ സമ്പാദ്യത്തിലാണ്, അവന്റെ ബാങ്ക് ബാലൻസിലാണ്, അവന്റെ എസ്റ്റേറ്റുകളിലാണ്, അവന്റെ ബംഗ്ലാവുകളിലാണ് എന്ന് വേണ്ട ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവൻ നേടിയെടുത്തിട്ടുണ്ടോ, ഈ ദുനിയാവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങൾ അവന് റബ്ബ് കൊടുത്തിട്ടുണ്ടോ, ആ അനുഗ്രഹങ്ങളുടെ വിഷയത്തിലെല്ലാം അവനതാ റബ്ബിനെ മറക്കുകയാണ്, പരലോകത്തെ മറക്കുകയാണ്. എന്നിട്ടല്ല പറയുന്നൊരു വാക്കുണ്ട്, ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, ഇതെല്ലാം ദുനിയാവിന്റെ നശ്വരമായ വിഭവങ്ങൾ മാത്രമാണ്, ദുനിയാവിന്റെ വഞ്ചനാത്മകമായ വിഭവങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുത്താണ് ഏറ്റവും നല്ല പര്യവസാനമുള്ളത്, ഏറ്റവും നല്ല ജീവിതമുള്ളത്, ഏറ്റവും നല്ല വിഭവമുള്ളത്. എന്നിട്ടല്ല പറഞ്ഞു തരികയാണ്, ഖുൽ നബിയെ പറയുക, അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഈ പറയപ്പെട്ട ഭൗതിക സുഖങ്ങളെക്കാളെല്ലാം, ഈ പറയപ്പെട്ട ഭൗതിക പ്രമത്തതകളെക്കാളെല്ലാം മുകളിലുള്ള നന്മയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ലില്ലദീന തഖൗ, ആർക്ക് വേണ്ടി? ലില്ലദീന തഖൗ, ആരാണോ സൂക്ഷ്മത പാലിക്കുന്നത്, ആരാണോ മുത്തഖികളായി ജീവിക്കുന്നത്, ആരാണോ തഖ്വയോടെ ജീവിക്കുന്നത്, അവർക്കാണ് ഈ ഖൈറുള്ളത്. ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ അടുത്ത്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വഅസ്വാജുൻ മുതഹ്ഹറ വരിദ്വാനും മിനല്ലാഹ്
വല്ലാഹു ബസീറും ബിൽ ഇബാദ്. അവരെ കാത്തിരിക്കുന്നത് താഴ്ഭാഗത്തുകൂടി അരുവിയൊഴുകുന്ന സുന്ദരമായ സ്വർഗത്തിന്റെ തോപ്പുകളാണ്. അള്ളാഹുവിന്റെ റിളയാണ്, അള്ളാഹുവിന്റെ തൃപ്തിയാണ്, പരിശുദ്ധകളായ ഇണകളാണ്. അള്ളാഹു അവന്റെ അടിമകളെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. എന്നിട്ട് ആരാണ് മുത്തഖികൾ, ആരാണ് തഖ്വയുള്ള ആളുകൾ? പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. അല്ലദീന യഖൂലൂൻ, അവർ പറയുന്നവരാണ്, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഖിനാ അദാബന്നാർ. الصابرين والصادقين والقانتين والموفقين والمستغفرين بالأسحار. ആരാണ് തഖ്വയുള്ള ആളുകൾ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ വിവരിക്കുകയാണ്. അവർ പറയുന്നവരാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നനാ ആമന്നാ, നിശ്ചയം ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്, ഫഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പൊറുത്തു തരണേ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച നൽകണേ നാഥ, വഖിനാ അദാബന്നാർ, ഭയാനകമായ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങൾക്ക് നീ മോചനം നൽകുകയും ചെയ്യണം റബ്ബേ. അസ്സാബിരീൻ, അവർ ക്ഷമിക്കുന്നവരാണ്, ക്ഷമാലുക്കളാണ്. വസ്സാദിഖീൻ, സത്യം മാത്രം പറയുന്നവരാണ്, സത്യത്തിന്റെ കൂടെ നിലകൊള്ളുന്നവരാണ്. വസ്സാദിഖീൻ വൽഖാനിതീൻ, അവർ ഭക്തന്മാരാണ്, ഭക്തിയുള്ളവരാണ്, ഖുശൂഉള്ളവരാണ്, ഇഖ്ലാസുള്ളവരാണ്. വൽമുഫിഖീൻ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കാൻ മടി കാണിക്കാത്തവരാണ്. വൽമുസ്തഗ്ഫിരീന ബിൽഅസ്ഹാർ, രാത്രിയുടെ മൂന്നാമത്തെ യാമത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന വചനം കൊണ്ട് തങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുന്നവരാണ്. ആരാണ് മുത്തഖികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഈ 2 ആയത്തുകളിലൂടെ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അവർ കൃത്യമായി വിശ്വസിച്ചവരാണ്, പാപമോചനം തേടുന്നവരാണ്, നരകമോചനം തേടുന്നവരാണ്, ക്ഷമിക്കുന്നവരാണ്, സത്യവാന്മാരാണ്, ഭക്തന്മാരാണ്, ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. ഇത്രയും ഗുണഗണങ്ങളാണ് തഖ്വയുള്ള മനുഷ്യരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചത്. അപ്പൊ അതിന്റെ അർത്ഥം, നോമ്പിന്റെ ഉദ്ദേശം എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ള ആളുകളായേക്കാം. ഈ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ നോമ്പനുഷ്ഠാനം കൊണ്ട്, വ്രതാനുഷ്ഠാനം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത് ഈ പറഞ്ഞ ഗുണങ്ങളാണ്. ഒന്ന് ഈമാനാണ്, 2 അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന ആ ഒരു സ്വഭാവമാണ്, ക്ഷമയാണ്, സത്യസന്ധതയാണ്, ഭക്തിയാണ്, ചെലവഴിക്കാനുള്ള മനസ്സാണ്, ഇസ്തിഗ്ഫാർ നടത്താനുള്ള മനസ്സാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എവിടെയാണ് തഖ്വ? മനുഷ്യൻ എവിടെയാണ് തഖ്വ നിലനിൽക്കുന്നത്? നോമ്പിന്റെ ഉദ്ദേശമായ തഖ്വ എവിടെയാണ് നിലനിൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്വ ഹാഹുന, തഖ്വ എന്ന് പറയുന്നത് ഹൃദയത്തിലാണ്, മനസ്സിലാണ്. ഒരാളുടെ നിറമോ ശരീരഘടനയോ ഭാഷയോ ജോലിയോ വീടോ വാഹനമോ ഒന്നും നോക്കിയിട്ട് അയാൾ തഖ്വ അളക്കാൻ പറ്റൂല. തഖ്വ എവിടെയാണ്? മനസ്സിന്റെ ഉള്ളിലാണ്, ഹൃദയത്തിന്റെ ഉള്ളിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ റമദാൻ മാസം വരുന്നതിന്റെ മുന്നേ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കുക എന്നതാണ്, നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കുക എന്നതാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു, മനുഷ്യന് 4 തരത്തിലുള്ള ഹൃദയങ്ങളാണുള്ളത്, 4 തരത്തിലുള്ള കൽബാണ് മനുഷ്യനുള്ളത്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെ എടുത്തു നോക്കിയാലും ഈ 4 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒന്നിൽപ്പെട്ട ആളായിരിക്കും. അതല്ലാത്തൊരു മനുഷ്യർ ഈ ലോകത്തില്ല. അതിലൊന്നാമത്തെ ഹൃദയമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ആരെയാണ്? പ്രവാചകൻ പറയുന്നു, ഒന്നാമത്തെ ഹൃദയം പരിശുദ്ധമായ ഹൃദയമാണ്, പരിഭാവനമായ ഹൃദയമാണ്. പരിശുദ്ധമായ ഹൃദയത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ അടയാളം, ആ ഹൃദയം തവാദുഉള്ള ഹൃദയമായിരിക്കും, വിനയമുള്ള ഹൃദയമായിരിക്കും, അഹങ്കാരമില്ലാത്ത ഹൃദയമായിരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്താണ്? വല്ലദീന യംശൂന അലൽ അർദി ഹൗന
യതഖബ്ബറൂനാ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമാ. അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവരാണ്, താഴ്മയോടെ നടക്കുന്നവരാണ്. അവരോട് വിവരമില്ലാത്ത വിവരദോഷികളായ ആളുകൾ അവരോട് തർക്കത്തിന് വന്നാൽ, അവരോട് കച്ചറക്ക് വന്നാൽ, അവരോട് ഷണ്ട കൂടാൻ വന്നാൽ അവരുടെ പ്രതികരണം എങ്ങനെയാണ്? ഖാലൂ സലാമാ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സലാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുക. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആദ്യമായി ഇല്ലാതാവേണ്ടത് അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത് അഹങ്കാരമാണ്. അഹങ്കാരമുള്ള മനുഷ്യനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് എന്താണ്? മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിനൽ കിബ്രി ലാ യദ്ഖുലുൽ ജന്നത അബദാ. ആരുടെയെങ്കിലും മനസ്സിൽ അണുമണിത്തൂക്കം അഹങ്കാരമുണ്ടെങ്കിൽ അവൻ ഒരിക്കലും തന്നെ സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് എന്റെ പ്രിയപ്പെട്ടവരെ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്, അഹങ്കാരം എന്ന് പറയുന്നത് എന്റെ വസ്ത്രവും ഗാംഭീര്യം എന്ന് പറയുന്നത് എന്റെ ഉടയാടയുമാണ്. ആരെങ്കിലും അതെടുത്ത് ധരിച്ചാൽ അവനെ ഞാൻ നരകത്തിലേക്ക് വലിച്ചെറിയുക തന്നെ ചെയ്യും. എന്താണ് അഹങ്കാരം പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്, സത്യത്തെ നിഷേധിക്കലാണ്, സത്യത്തെ നിഷേധിച്ചു കളയലാണ്. വഗംതുന്നാസ്, ജനങ്ങളെ പുച്ഛിക്കുകയും ചെയ്യലാണ്. അഹങ്കാരത്തിന്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലെമ്പാടും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും നമ്മളോട് ചിരിച്ചാൽ തിരിച്ചു ചിരിക്കാൻ ഒരു മടി, തിരിച്ചു ചിരിക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും സലാം ചൊല്ലിയാൽ നല്ല രീതിയിൽ സലാം അടക്കാൻ ഒരു മടി. വഇദാ ഹുയ്യിതും ബിതഹിയത്തിൻ ഫഹയ്യൂ ബിഅഹ്സന മിൻഹാ ഔ റുദ്ദൂഹാ. നിങ്ങളോട് സലാം പറയപ്പെട്ടാൽ അതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല രീതിയിലോ നിങ്ങൾ മടക്കുക. സലാം പറഞ്ഞതുപോലെ പോലും മടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഹൃദയത്തിൽ അഹങ്കാരമുള്ളവരുടെ ലക്ഷണമാണത്. ആരെങ്കിലും ചിരിച്ചാൽ തിരിച്ചു ചിരിക്കാൻ അവർക്ക് പറ്റൂല. ആരെങ്കിലും നല്ല രീതിയിൽ സലാം പറഞ്ഞാൽ നല്ല രീതിയിൽ സലാം അടക്കാൻ അവരെ കൊണ്ട് പറ്റൂല. ചില ആളുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, അവരോട് പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ വല്ല ഒട്ടകത്തിനോടോ ആടിനോടൊക്കെ ചിരിക്കണ പോലെ ഉണ്ടാവും, ഒരു പ്രതികരണം ഉണ്ടാവില്ല, ഒരു റെസ്പോൺസ് ഉണ്ട്. ഇത് അഹങ്കാരത്തിന് അടയാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? പുഞ്ചിരി സ്വതക്കയാണ്. മുഖത്തെപ്പോഴും ഒരു പ്രസന്നത ഉണ്ടാവണം, പുഞ്ചിരി ഉണ്ടാവണം. അത് അഹങ്കാരമില്ലാത്ത ഒരു മനസ്സിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ. എല്ലാവരോടും ചിരിക്കാൻ കഴിയുക, നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുക, നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയുക. എങ്ങനെയാണ് ഇസ്ലാം വളർന്നത്? ഇസ്ലാം വളർന്നത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞ വിശ്വവിഖ്യാതമായ ചില വാക്കുകളുണ്ട്. എന്താ ഗാന്ധിജി പറഞ്ഞത്? I wanted to know the life of the one who holds today an undisputed sway over the millions of the hearts of mankind. I became more than ever convinced that it was not sword that won the place for Islam, but rigid simplicity, self-effacement, extreme attention, extraordinary benevolence, amazing bravery, scrupulous regard for pledges. All these qualities of Prophet Muhammad sallallahu alaihi wasallam actually paved the way for Islam in Arabian Peninsula. ഇത് ഗാന്ധിജി മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാനം പിടിച്ചത് വാൾത്തലപ്പിന്റെ മൂർച്ച കൊണ്ടായിരുന്നില്ല, മറിച്ച് വിനയാന്വിതമായ, പാവപ്പെട്ടവനെ പരിഗണിക്കുന്ന, അശരണരായ, ആലംബഹീനരായ, ജീവിതത്തിന്റെ പുറംപോക്കിലേക്ക് തള്ളപ്പെട്ട മനുഷ്യരെ പരിഗണിക്കുന്നതിലൂടെ, ലളിതമായ ജീവിതം നയിക്കുന്നതിലൂടെ, സ്നേഹത്തിലൂടെ, വാത്സല്യത്തിലൂടെ, വിനയത്തിലൂടെ, കാരുണ്യത്തിലൂടെ, ദീനാനുകമ്പയിലൂടെ, പരാനുകമ്പയിലൂടെ, ആർദ്രമായ മനസ്സിലൂടെ ഒക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരുടെ ഹൃദയത്തിലെ സ്ഥാനം പിടിച്ചത് എന്ന് വളരെ വ്യക്തമായി ഗാന്ധിജി പറഞ്ഞു കാണാൻ കഴിയും. പ്രവാചകന്റെ ജീവിതം മുഴുവൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്കതാണ് കാണാൻ പറ്റുക. അല്ലാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞെന്താ? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബ് ലൗ ഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين.
അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നബിയെ, അങ്ങയുടെ ഹൃദയം വിശാലമാണ്, അങ്ങയുടെ ഹൃദയം വിനയാന്വിതമാണ്. വലൗ കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബ്, അങ്ങയുടെ ഹൃദയമെങ്ങാനും ഇടുക്കമുള്ളതായിരുന്നെങ്കിൽ, അങ്ങയുടെ ഹൃദയമെങ്ങാനും കുടുസുള്ളതായിരുന്നെങ്കിൽ, ലം ഫദ്ദു മിൻ ഹൗലിക്, അങ്ങയുടെ ചുറ്റിലും കൂടിയിരിക്കുന്ന ഈ സ്വഹാബത്തുണ്ടല്ലോ, സ്വന്തം ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടി എന്തും ചതിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഈ സ്വഹാബത്തുണ്ടല്ലോ, ഈ സ്വഹാബത്ത് പണ്ടേ അങ്ങയുടെ ചുറ്റിൽ നിന്ന് എഴുന്നേറ്റു പോയാലേ. അതുകൊണ്ട് ഫഅഫു അൻഹും, അവർക്ക് മാപ്പ് നൽകുക, വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനത്തെ തേടുക, വശാവിറുഹും ഫിൽ അംർ, തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവരുമായി കൂടിയാലോചിക്കുക, ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്, എന്നിട്ട് അല്ലാഹുവിൽ പരമേൽപ്പിക്കുകയും ചെയ്യുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അല്ലാഹു പരമേൽപ്പിക്കുന്നവരെ അങ്ങേയറ്റം ഇഷ്ടമുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞതാണ്, അഹങ്കാരമില്ലാത്തൊരു ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഖലമിൽ നമുക്ക് കാണാം, വഇന്നക ലഅലാ ഖുലുഖിൻ നബീം, റസൂലേ വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ, വല്ലാത്തൊരു പ്രകൃതത്തിന്റെ മഹത്തായ ഉന്നതമായ പവിത്രമായ ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് നിങ്ങൾ റസൂലേ എന്ന് അല്ലാഹു അതാ പരിശുദ്ധ ഖുർആനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുമോദിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലിന്റെ ജീവിതത്തിൽ എമ്പാടും നമുക്കത് കാണാൻ കഴിയും. അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ പ്രശസ്തമായൊരു സംഭവമുണ്ട്. പ്രവാചകനതാ തന്റെ അതിഥികളുമായി വീട്ടിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രവാചകന്റെ മറ്റൊരു ഭാര്യയുടെ വീട്ടിൽ നിന്ന് അല്പം പലഹാരം കൊണ്ടുവരപ്പെടുകയാണ്. ആ പലഹാരമതാ അത് കൊണ്ടുവന്നത് ഇഷ്ടപ്പെടാത്തത് കാരണം ആയിഷ റളിയല്ലാഹു അൻഹ ആ പലഹാര പാത്രം തട്ടിത്തെറിപ്പിക്കുകയാണ്. അത് താഴേക്ക് വീണ് തറയിലേക്ക് വീണ് ആ പലഹാര പാത്രങ്ങൾ അതാ ഛിന്ന ഭിന്നമാകുകയാണ്. ആ പലഹാരങ്ങൾ 4 ഭാഗത്തേക്കും തെറിച്ചു വീഴുകയാണ്. ഇത് കണ്ട പ്രവാചകൻ എങ്ങനെയാണ് പ്രതികരിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചില്ല, ഞാൻ നിന്റെ ഭർത്താവല്ലേ, ഞാൻ പ്രവാചകനല്ലേ, ഞാൻ ഒരാളല്ലേ, ഞാനൊരു പുരുഷനല്ലേ, എങ്ങനെയാണ് എന്റെ മുന്നിൽ എനിക്ക് ഈ ധിക്കാരം പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എന്ന പ്രതികരണം പ്രവാചകന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. പിന്നെ റസൂല് പ്രതികരിച്ചത് എങ്ങനെയാണ്? അതാ പ്രവാചകൻ നിലത്തേക്കിരിക്കുകയാണ്, എന്നിട്ട് പൊട്ടിച്ചിതറിയ പാത്രത്തിന്റെ ചീളുകൾ സ്വന്തം കൈവെള്ളയിലേക്ക് എടുത്തു വെക്കുകയാണ്. ആ പലഹാരങ്ങൾ അതാ സ്വന്തം കൈവെള്ളയിലേക്ക് ശേഖരിക്കുകയാണ്. ഈ പ്രതികരണം കണ്ട ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ ഹൃദയം തകർന്നു പോകുകയാണ്, മനസ്സ് തകർന്നു പോവുകയാണ്, പൊട്ടിപ്പോകുകയാണ്. അതാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ റസൂലിന്റെ അരികിൽ വന്നിരിക്കുകയാണ്. അവരുടെ മുട്ടുകൾ പ്രവാചകന്റെ മുട്ടിനോട് ചേർത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. എന്നിട്ട് തല ഉയർത്തിക്കൊണ്ട് കണ്ണുനീർ ഒലിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, നബിയേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, റസൂലേ എനിക്കൊരബദ്ധം പറ്റിപ്പോയി, അങ്ങനെക്ക് മാപ്പ് നൽകില്ലേ, അങ്ങനെക്ക് പുറത്തു തരൂലേ എന്ന് ചോദിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുടിയിഴകൾക്കിടയിലൂടെ തന്റെ വിരലുകൾ പ്രവേശിച്ചു വെച്ചുകൊണ്ട് ആയിഷയെ തലോടിക്കൊണ്ട് റസൂലുള്ള പറയുകയാണ്, ആയിഷ ഞാൻ നിനക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആരാണ് നിനക്ക് പുറത്തു നൽകുക, ആരാണ് നിനക്ക് മാപ്പ് നൽകുക? എന്റെ പ്രിയപ്പെട്ടവരെ, വിനയത്തിന്റെ വിട്ടുവീഴ്ചയുടെ മാപ്പിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ഒരിക്കലതാ പ്രവാചകന് കഅബാലയത്തിന്റെ അകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് ആഗ്രഹം വരികയാണ്. വല്ലാത്ത പൂതിയാണ്. 2 റക്അത്ത് കഅബയുടെ ഉള്ളിൽ കയറി നമസ്കരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചാൽ 40 വയസ്സ് വരെ കഅബയുടെ താക്കോല് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ചോദിച്ചാൽ ആരും തന്നെ കൊടുക്കാതിരിക്കുകയില്ല, ആരും തന്നെ വിസമ്മതം പറയുകയില്ല. അങ്ങനെ പ്രവാചകനതാ ഈ കഅബയുടെ താക്കോലിന് വേണ്ടി ഉസ്മാന്റെ അടുത്തേക്ക്, കഅബയുടെ താക്കോലിന്റെ സൂക്ഷിപ്പുകാരനായ ഉസ്മാന്റെ അടുത്തേക്ക് പോകുകയാണ്. ഉസ്മാന്റെ വീടിന്റെ വാതിൽ കൊട്ടുകയാണ്. ആ വാതിലതാ ഉസ്മാൻ തുറന്നു കൊടുക്കുകയാണ്. നീരസത്തോടെ പുച്ഛത്തോടെ ഉസ്മാൻ ചോദിക്കുകയാണ്, മുഹമ്മദേ എന്തിനാണ് നീ എന്റെ വീട്ടുമുറ്റത്ത് വന്നത്, എന്താണ് നിനക്ക് ഇവിടെ കാര്യം? റസൂലുള്ള പറയുകയാണ്, കഅബയുടെ സംരക്ഷണാധികാരം ഖുറൈശികൾക്കല്ലേ, ആ ഖുറൈശി കുടുംബത്തിൽപ്പെട്ട ഒരാളെന്ന രീതിയിൽ ആ കഅബയുടെ താക്കോലിന് എനിക്കും അവകാശമുണ്ട്, ആ കഅബാലയത്തിനകത്ത് കയറാൻ എനിക്കും അവകാശമുണ്ട്, അതുകൊണ്ട് എന്റെ കയ്യിലേക്ക് താക്കോല് തരണമെന്ന് പറഞ്ഞപ്പോ ഉസ്മാനദാ റസൂലുള്ളാഹിനെ പരിഹസിക്കുകയാണ്.
ഉസ്മാനദാ റസൂലുള്ളാഹിനെ അപഹസിക്കുകയാണ്. ഈ അപഹാസവും പരിഹാസവുമേറ്റ് കഅബാലയത്തിന്റെ താക്കോൽ ലഭിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സങ്കടത്തോടെ പ്രയാസത്തോടെ ഉസ്മാന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് തിരിച്ചു നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കണേ. അള്ളാന്റെ റസൂലിന്റെ പ്രവാചകൻ, ലോകത്തിന്റെ കാരുണ്യമായി അള്ളാഹു അവതരിപ്പിച്ച പരിശുദ്ധ പ്രവാചകൻ അതാ കഅബാലയത്തിന്റെ താക്കോല് കിട്ടാതെ സങ്കടപ്പെട്ടുകൊണ്ട് അത് സൂക്ഷിക്കുന്ന മനുഷ്യന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ച എത്രത്തോളം ആ മനസ്സ് നൊമ്പരപ്പെട്ടിട്ടുണ്ടാവും, എത്രത്തോളം ആ ഹൃദയം വേദനിച്ചിട്ടുണ്ടാവും. വർഷങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവിന്റെ ഖദറിലൂടെ പരിശുദ്ധ കഅബാലയത്തിന്റെ താക്കോല് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് വന്നു. മക്കം ഫത്ഹ് സംഭവിക്കുകയാണ്. 10,000-കണക്കിന് സ്വഹാബികളുടെ അകമ്പടിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട 360 പരം വിഗ്രഹങ്ങൾ തച്ചുടക്കുകയാണ്. ബിലാലിന്റെ ഗംഭീരമായ ശബ്ദത്തിൽ ദിഗന്ധങ്ങൾ മുടങ്ങുന്ന രീതിയിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന സത്യകലിമത്തിന്റെ ഷഹാദത്തിന്റെ ധ്വനികളതാ മക്കയിലെ മനരാരണ്യത്തെ കോരിത്തരിപ്പിക്കുകയാണ്. അവിടെ പ്രവാചകന്റെ കയ്യിൽ താക്കോല് ലഭിച്ചപ്പോ തന്റെ മുന്നിൽ നിൽക്കുന്ന ഖുറൈശികളുടെ കൂട്ടത്തിൽ, തന്റെ മുന്നിൽ നിൽക്കുന്ന ഇസ്ലാമിന്റെ ബദ്ധശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരു മുഖമതാ പ്രവാചകന്റെ മുന്നിലേക്ക് തെളിയുകയാണ്. ആ മുഖം മറ്റാരുടേതുമായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഈ കഅബാലയത്തിനകത്ത് 2 റക്അത്ത് നമസ്കരിക്കാൻ അനുവാദം ചോദിച്ചു ചെന്നപ്പോ തന്നെ പരിഹസിച്ച് ആട്ടി പറഞ്ഞയച്ച അതേ ഉസ്മാനദാ തന്റെ മുന്നിൽ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ പ്രവാചകൻ ചെയ്തതെന്താണ്? റസൂലിന്റെ പ്രതികരണം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകന് വേണമെങ്കിൽ ഒരു പകപോക്കൽ നടത്താമായിരുന്നു. പ്രവാചകന് വേണമെങ്കിൽ കേവലം വാക്കുകളിലൂടെയെങ്കിലും വൈരാഗ്യം തീർക്കാമായിരുന്നു. പക്ഷേ നബി ചെയ്തതെന്താണ്? ഉസ്മാനെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് ഉസ്മാന്റെ കയ്യിലേക്ക് അതാ കഅബാലയത്തിന്റെ താക്കോല് വെച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഉസ്മാൻ, ഇവിടെ നിന്നങ്ങോട്ടും ഈ കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കേണ്ടത് നീ തന്നെയാണ്. നീ തന്നെയാണ് ഉസ്മാനെ ഇവിടെ നിന്നങ്ങോട്ടും കഅബാലയത്തിന്റെ താക്കോല് സൂക്ഷിക്കേണ്ടത്. വിട്ടുവീഴ്ചയുടെ മനോഭാവമാണ്. അത്രത്തോളമുള്ള വിട്ടുവീഴ്ച നൽകുന്ന ഒരു നേതാവിനെ ലോക ചരിത്രത്തിൽ അതിന്റെ മുന്നെയോ അതിനുശേഷമോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ആ വിട്ടുവീഴ്ച നൽകാൻ സാധിക്കുന്നത്? വിനയം മനസ്സിലുള്ളത് കൊണ്ടാണ്, അഹങ്കാരം മനസ്സിലില്ലാത്തത് കൊണ്ടാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ റസൂലിന്റെ അനുയായികളാണെന്ന് പറഞ്ഞു നടക്കുന്ന ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കുക. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കുക. എത്ര പേരുമായിട്ടാണ് നാം തെറ്റി നിൽക്കുന്നത്? എത്ര ആളുകളോടാണ് നമുക്ക് പകയുള്ളത്, വൈരാഗ്യമുള്ളത്, വിദ്വേഷമുള്ളത്? എത്ര ആളുകളോട് പക വീട്ടാനാണ് നാം കാത്തിരിക്കുന്നത്? നമുക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. അവസരം കിട്ടിയാൽ തിരിച്ചടിക്കാനുള്ള വലിയൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. ഇവരൊക്കെ അവസരം കിട്ടിയാൽ ഒന്ന് ഇകഴ്ത്താനും ഒന്ന് അപമാനിക്കാനും ഒന്ന് പരിഹസിക്കാനൊക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ച് കാത്തുകെട്ടി നിൽക്കാൻ, വല്ലാഹി പ്രിയപ്പെട്ടവരെ, ആ ഒരു മനസ്സും കൂടെ നമ്മുടെ റമദാൻ മാസത്തെ വരവേൽക്കരുത്. ആ ഒരു ഹൃദയവും കൊണ്ട് നമ്മൾ റമദാൻ മാസത്തെ വരവേൽക്കരുത്. ഒരു മനുഷ്യന് വിട്ടുവീഴ്ച നൽകാൻ നമ്മുടെ ഹൃദയം സമ്മതിക്കുന്നില്ല എങ്കിൽ അതിന്റെ കാരണം നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയ അഹങ്കാരമാണ്. നമ്മളൊക്കെ അവന്റെ വീട്ടിൽ ഞാൻ എന്തിനാ അവന്റെ കല്യാണത്തിന് പോണത്? ഞാൻ എന്തിനാണ് അവന്റെ മകന്റെ കല്യാണത്തിന് പോണത്? അവൻ എന്നോട് കല്യാണം പറഞ്ഞത് ഫോണിലൂടെയാണ്, നേരിട്ട് പറയാൻ പോലും തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ ഞാൻ എന്തിനാ അവന്റെ വീട്ടിൽ കല്യാണത്തിന് പോണത് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മിൽ ഭൂരിഭാഗം വരുന്ന ആളുകളും. നമ്മളെന്തോ വലിയ സംഭവമാണ്, നമ്മളിങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കണം, നമ്മളെ പരിഗണിക്കണം എന്ന് കുറഞ്ഞു പോയാൽ നമുക്ക് ദേഷ്യം. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? അഹങ്കാരം മനസ്സിലുള്ളത് കൊണ്ടാണ്. ഈ അഹങ്കാരം പൂർണ്ണമായും ഇല്ലാതായാൽ ഞാൻ ഒന്നുമല്ല, എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ ഒന്നുമല്ല. അഹങ്കാരത്തിന് പല കാരണങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില ആളുകൾ പണത്തിന്റെ പേരിലാണ് അഹങ്കരിക്കുക. എനിക്ക് പടച്ചോൻ ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട്, പണം തന്നിട്ടുണ്ട്, ഞാൻ എന്തിനു മറ്റുള്ളവരെ പരിഗണിക്കണം? എന്നേക്കാൾ പണം കുറഞ്ഞ ആള് എന്നോട് എങ്ങനെയാണ് ഇങ്ങനെ പെരുമാറുക? ഞാൻ ഇത്ര വലിയ പണക്കാരനല്ലേ, ഞാൻ ഇത്ര വലിയ സമ്പന്നനല്ലേ, ഓൻ എന്താ ഉള്ളത്, ഓന്റെ കയ്യിൽ എന്താ ഉള്ളത്, പിന്നെ അവൻ എങ്ങനെ എന്നോട് ഇങ്ങനെ പെരുമാറുക, ഓന് ഞാൻ ശരിയാക്കി കൊടുക്ക എന്നൊക്കെയുള്ള നിലപാടെടുക്കുന്ന പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന ആളുകൾ. തറവാടിന്റെ പേരിൽ ഞാൻ വലിയ തറവാട്ടിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് ഇന്ന ആളെ കൂടെ ഒന്ന് ഇരിക്കല് എനിക്ക് ചോദിച്ചതല്ല, ഞാൻ ഇരിക്കൂല, എന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും ഇരിക്കൂല, സംസാരിക്ക. എന്റെ തറവാട് എവിടെ, ഓന്റെ തറവാട് എവിടെ? ചില ആളുകൾ അഹങ്കരിക്കുക ഇൽമിന്റെ പേരിലാണ്, അറിവിന്റെ പേരിലാണ്. എനിക്ക് നല്ല അറിവുണ്ട്, എനിക്ക് നല്ല ഇൽമുണ്ട്, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നിനക്ക് എന്താണ് അറിയാ? നിനക്ക് എന്തോ ഒലക്കെയാണ് അറിയാ?
നിനക്ക് എന്റെ മുന്നിൽ നിൽക്കാൻ പോലും അവകാശമില്ല, എന്നോട് സംസാരിക്കാൻ പോലും അവകാശമില്ല. ഇങ്ങനെ ചില ആളുകൾ അഹങ്കരിക്കുക അമലുകളുടെ പേരിലാണ്. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവനാണ്, സുന്നത്ത് നോമ്പെടുക്കുന്നവനാണ്, ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവനാണ്. ആ എന്നോട് സംസാരിക്കാൻ നിനക്കെന്ത് അവകാശം? ആ എന്നെ ഉപദേശിക്കാൻ നിനക്കെന്ത് അവകാശം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ പ്രിയപ്പെട്ടവരെ, ഏതേത് വിഷയം കൊണ്ടായാലും ഏതേത് ഗുണങ്ങൾ കൊണ്ടായാലും നമ്മുടെ ഹൃദയത്തിലേക്ക് അഹങ്കാരത്തിന്റെ കടിക കടന്നു വന്നാൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് അഹങ്കാരത്തിന്റെ ലാഞ്ചന കടന്നു വന്നാൽ, ലാ യദ്ഖുലൂനൽ ജന്നത അബദാ, ഒരിക്കലും തന്നെ സ്വർഗ്ഗത്തിൽ കിടക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ ഹൃദയത്തെ ബാധിക്കുന്ന ഒന്നാമത്തെ രോഗമാണ് എന്റെ പ്രിയപ്പെട്ടവരെ അഹങ്കാരം. രണ്ടാമത്തെ രോഗം എന്താണെന്നറിയുമോ? അസൂയയാണ്, ഹസദാണ്. രണ്ടാമത്തെ രോഗം ഹസദാണ്. പല ആളുകളുടെ ഹൃദയത്തിലും അള്ളാന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? ഹസദ് എന്ന് പറയുന്നത് നീതിമാനായ ഒരു രോഗമാണ്. ശരിക്കും മനസ്സിലാക്കണം, ഹസദ് എന്ന് പറയുന്നത് നീതിമാനായ ഒരു രോഗമാണ്. ആ രോഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആർക്കാണോ ഹസദ് ഉള്ളത്, ആ ഹസദ്, ആ ഹാസിദാണ് മഹ്സൂദിനേക്കാൾ മുന്നേ നശിക്കുക. എന്ന് പറഞ്ഞാൽ, എനിക്കൊരാളോട് അസൂയുണ്ട്, എന്റെ അസൂയ കാരണം ഞാൻ അയാൾക്കെതിരെ എന്തൊക്കെയോ പ്രവർത്തിക്കാൻ, പക്ഷേ അയാൾ നശിക്കുന്നതിന്റെ മുന്നേ എന്റെ അസൂയ കൊണ്ട് ഞാൻ നശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസൂയ നീതിമാനാണെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അസൂയ നീതിമാനാണ്. കാരണം ഞാൻ ഒരാളുടെ അസൂയപ്പെട്ടാൽ അയാൾ നശിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ എടുക്കാൻ തുടങ്ങും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ തുടങ്ങിയാൽ അയാൾ നശിക്കുന്നതിന്റെ മുന്നേ ഞാൻ തന്നെ നശിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആ അസൂയയിൽ നിന്നാണ് ഗീബത്ത് ഉണ്ടാവുന്നത്, നമീമത്ത് ഉണ്ടാവുന്നത്, പരദൂഷണം ഉണ്ടാവുന്നത്, പലതരത്തിലുള്ള ദുസ്വഭാവങ്ങളും ഉണ്ടാകുന്നത് ഈ അസൂയയിൽ നിന്നാണ്. മറ്റൊരാൾക്ക് നേട്ടമുണ്ടാകുമ്പോ ആ നേട്ടത്തിൽ നമുക്കൊരു വേദന, നമുക്കൊരു പ്രയാസം. ഒരാൾ നന്നായി നിസ്കരിക്കാൻ പോവാ, കൃത്യമായി പള്ളിയിലേക്ക് പോവാ, കൃത്യമായി നോമ്പ്, ഇതൊക്കെ കാണുമ്പോ ഓനെങ്ങനെ ജീവിച്ചതാ പണ്ട്, ഓനിപ്പം ഭയങ്കര സംഭവം, ഇതൊക്കെ വെറുതെ അഭിനയാണ്, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി എന്നൊക്കെ പറയാ. ഒരാളുടെ ജീവിതത്തിൽ എന്ത് നേട്ടം വന്നാലും ആ നേട്ടം കൊണ്ട് മനസ്സിനൊരു ചൊറിച്ചിലുണ്ടാവുക, മനസ്സിനൊരു പ്രയാസം ഉണ്ടാവുക. എന്നിട്ട് അയാളെ കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായ സംഗതികൾ പറഞ്ഞു നടക്കുക. പ്രിയപ്പെട്ടവരെ, ആ അസൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ പരിശുദ്ധമായ ഹൃദയത്തിൽ പെട്ടതല്ല. മൂന്നാമതായി ഹൃദയത്തെ ബാധിക്കുന്ന രോഗം ഏതാണ്? മറ്റുള്ളവരുടെ തിന്മകൾ മാത്രം കാണാന്നുള്ളതാണ്. അങ്ങനെയുള്ള ചില ആളുകൾ എവിടെ പോയാലും അവിടെയുള്ള ആളുകളുടെ തിന്മകൾ മാത്രം കാണാം, തെറ്റുകൾ മാത്രം കാണാം. ആളുകളിലെ നന്മകൾ ഒരിക്കലും കാണാൻ അവർ തയ്യാറാവില്ല. എല്ലാരെയും തെറ്റ് കണ്ടുപിടിക്കാം. ആരുമായിട്ട് പരിചയപ്പെട്ടാലും ആ ഒരു അവരിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. വലിയ പ്രശ്നമാണത്. ഒന്നാമത് അവരെ കൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകൾക്കും സമാധാനം ഉണ്ടാവില്ല, അവർക്കും തന്നെ സമാധാനം ഉണ്ടാവില്ല. ഇത് അച്ചട്ടായ ഒരു വിഷയമാണ്. ഇങ്ങനൊരു മനുഷ്യന്റെ കൂടെയുള്ള ജീവിതം അസഹനീയമായിരിക്കും. നമുക്ക് മര്യാദക്ക് സമാധാനം ഉണ്ടാവില്ല. ഇപ്പോ ഒരു കഥ പറയാറുണ്ട്. പണ്ടൊരു രാജാവ് ഇങ്ങനെ മരിക്കാൻ കിടക്കുമ്പോ ഒറ്റ മോനുള്ളൂ, ഒരു മോനെ അയാൾക്കുള്ളൂ. ആ മോനെ ഇങ്ങനെ അടുത്തേക്ക് വിളിച്ചിട്ട് രാജാവ് പറഞ്ഞു, മോനെ, നീ രാജ്യം മുഴുവൻ ഒന്ന് ചുറ്റി സഞ്ചരിക്കണം, രാജ്യം മുഴുവൻ ഒന്ന് ചുറ്റി സഞ്ചരിക്കണം. എന്നിട്ട് നീ എന്താ നോക്കേണ്ടത്? ഒരു തിന്മ പോലും ഇല്ലാത്ത, ഒരു കുഴപ്പമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത ഒരാളെങ്കിലും നീ കണ്ടുപിടിക്കണം. രാജാവ് പറഞ്ഞാൻ. അങ്ങനെ ഈ രാജകുമാരൻ വേഷം മാറി പ്രച്ഛന്ന വേഷനായി രാജ്യം കറങ്ങാൻ ഇറങ്ങി. രാജ്യം ഇങ്ങനെ മുഴുവനും കറങ്ങി, ഒരുപാട് കറങ്ങി തിരിച്ച് അവസാനം രാജാവിന്റെ അടുത്തേക്ക് സങ്കടത്തോടെ പ്രയാസത്തോടെ വന്നിട്ട് പറഞ്ഞു, ഉപ്പ, നമ്മുടെ രാജ്യം വളരെ മോശപ്പെട്ട രാജ്യമാണ്, നമ്മുടെ രാജ്യം വളരെ മോശമാണ്. കാരണം തിന്മയില്ലാത്ത ഒരാള് പോലും നമ്മുടെ രാജ്യത്തില്ല എന്നത്. എല്ലാവർക്കും തിന്മയുണ്ട്, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട് എന്ന് ഈ മകൻ ഉപ്പയോട് പറയാൻ. ഉപ്പ പറഞ്ഞു, മോനെ, തീർന്നിട്ടില്ല, ഒരു ചെറിയ പണിയും കൂടിയുണ്ട്. എന്താണത്? ഇനിയും നീ ഇറങ്ങണം, ഈ രാജ്യം മുഴുവൻ സഞ്ചരിക്കണം. ഇപ്രാവശ്യം നീ നോക്കേണ്ടത് എന്താണ്? ഒരു നന്മയെങ്കിലും ഇല്ലാത്ത, എന്താ നോക്കേണ്ടത്? ഒരു നന്മയെങ്കിലും ഇല്ലാത്ത ഒരാളെ നീ കണ്ടുപിടിക്കണം. അങ്ങനെ കൊണ്ടിറങ്ങി കുറെ ചുറ്റി സഞ്ചരിച്ചു. ഉപ്പാന്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോ ഭയങ്കര സന്തോഷത്തിലാണ് മോൻ വരുന്നത്. മോൻ വന്നിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഉപ്പ, രാജാവിനോട് പറയാൻ, ഉപ്പ, നമ്മുടെ രാജ്യം എത്ര നല്ല രാജ്യമാണല്ലേ, എത്ര നല്ല മനുഷ്യരാണ് ഇവിടെ ഉള്ളത്, എത്ര നല്ല പ്രജകളാണ് ഇവിടെ ഉള്ളത്. കാരണം എല്ലാവരും നന്മയുണ്ട്,
എല്ലാവരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രിയപ്പെട്ടവരെ? ഒന്നാമതായി രാജകുമാരൻ ഇറങ്ങിത്തിരിച്ചത് ജനങ്ങളിലെ തിന്മ അന്വേഷിച്ചിട്ടാണ്. മനസ്സിലായി നിങ്ങൾക്ക്? ജനങ്ങളിലെ തിന്മ അന്വേഷിച്ചിട്ടാണ് രാജകുമാരൻ ഒന്നാമതായി ഇറങ്ങിത്തിരിച്ചത്. അതുകൊണ്ട് തന്നെ അയാൾക്കത് എന്ത് നൽകി? നിരാശ നൽകി, സങ്കടം നൽകി, പ്രയാസം നൽകി. കാരണം ഒരു തിന്മയില്ലാത്തൊരു മനുഷ്യനെ ഈ ഭൂലോകം മുഴുവൻ പരതിയാലും കണ്ടെത്താൻ സാധിക്കില്ല. രണ്ടാമതായി രാജകുമാരൻ അന്വേഷിച്ചത് എന്തിനെയാണ്? ജനങ്ങളിലുള്ള നന്മയെയാണ്. എന്നാൽ ഒരു നന്മ പോലും ഇല്ലാത്ത ഒരു മനുഷ്യനെയും ഭൂലോകം മുഴുവൻ തെരഞ്ഞാലും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നന്മയുണ്ടാവും. ആ നന്മ അന്വേഷിച്ച് നടന്നപ്പോ രാജകുമാരന് സന്തോഷം ഉണ്ടായി, സമാധാനം ഉണ്ടായി, ശാന്തി ഉണ്ടായി. ആളുകളിലെ നന്മയിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും. ആളുകളിലെ തിന്മയിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിന്റെ സമാധാനം കുട്ടിച്ചോറാവും ചെയ്യും. ഇത് ഏറ്റവും വലിയ പാഠാണ്. സുഗന്ധദ്രവ്യങ്ങളിൽ എപ്പോഴും കൈമുക്കി വെക്കുന്ന മനുഷ്യനെ പോലെയാണ് നന്മ തിരയുന്ന മനുഷ്യൻ. അയാൾ എവിടെങ്കിലും പോയാൽ അയാളുടെ കൈകളിലുള്ള സുഗന്ധങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഉപകാരം ഉണ്ടാവും, ആളുകൾ അത് അനുഭവിക്കും. മാലിന്യങ്ങളിൽ കൈവെക്കുന്നവനെ പോലെയാണ് എപ്പോഴും തിന്മ തിരയുന്നവൻ, ആളുകളുടെ കുറവുകൾ തിരയുന്നവൻ. അവൻ പോയാൽ അവന്റെ കൈകൾക്ക് അസുഖമുണ്ടാവും, വ്രണങ്ങൾ ഉണ്ടാവും, പഴുപ്പുകൾ ഉണ്ടാവും. അവൻ പോകുന്നിടത്തെല്ലാം ആളുകളെ അതങ്ങോട്ട് ശല്യം ചെയ്യുകയും ചെയ്യും. അവനും തന്നെ ഇടങ്ങേറായിരിക്കും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടെന്നറിയോ? ക്ഷീരം ചുരത്തുന്നൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. കേട്ടിട്ടുണ്ടെങ്കിൽ? കേട്ടിട്ടില്ല? ക്ഷീരം ചുരത്തുന്നൊരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നാണ്. അതായത് പിന്നെ പശുവിന്റെ അകിട്, നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പറയാന്നറിയില്ല, പാല് കറക്കൂലേ? അവിടെ ഒരുപാട് പാലാണ് ഉണ്ടാവുക. എന്നാൽ ഒരു കൊതുക് പോയിട്ട് എന്തിനാണ് അന്വേഷിക്കുക? ഒരു കൊതുക് ആ അകിടിന്റെ അടുത്ത് പോയാൽ ആ കൊതുക് എന്തിനാണ് അന്വേഷിക്കുക? പാലിനല്ലല്ലോ, ചോരക്കാൻ. അത് ചോരയാണ് അവിടെയും തപ്പ. എത്രയോ പാൽ അവിടെ ഉണ്ട്, പക്ഷെ ആ പാലതിന് വേണ്ട, അതിന് ചോരയാണ് വേണ്ടത്. ചില ആളുകൾ അങ്ങനെയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള മനുഷ്യരുടെ അടുത്ത് ചില ആളുകൾ എത്തിപ്പെട്ടാലും അവര് ആ മനുഷ്യരിലും തിന്മ ഉണ്ടോ എന്ന് അന്വേഷിക്കും, ആ മനുഷ്യന്റെ കുറവുകൾ തേടി നടക്കും. അങ്ങനെ അയാളുടെ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തും, ആ കാണുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ സമാധാനം നടത്തും, കെടുത്തിക്കളയും. ഇങ്ങനെയുള്ള മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ക്ഷീരം ചുരത്തുന്ന രകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൊതുകും. ഈ കൊതുകിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല, ഈ പുറുക്കിന്റെ സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം എന്താണ്? നന്മ അന്വേഷിക്കാനുള്ള മനസ്സ് നഷ്ടപ്പെട്ടാൽ സ്വന്തം ജീവിതത്തിന് സമാധാനം പോയി, ശാന്തി പോയി. പിന്നെ കാണുന്ന ആൾക്ക് കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ, കുറവുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്കറിയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. തമാശ പറഞ്ഞിട്ട് റസൂലിനെ എപ്പോഴും അയാൾ ചിരിപ്പിക്കും. റസൂലിന് വലിയ ഇഷ്ടമാണ്, അബ്ദുള്ള എന്നാണ് അയാളുടെ പേര്. എപ്പോഴും റസൂലിന്റെ മുന്നിൽ അയാൾ തമാശ പറയും. അങ്ങനെ പ്രവാചകന് വലിയ ഇഷ്ടമാണ്, റസൂൽ ചിരിക്കുകയും ചെയ്യും. പക്ഷെ ഇയാൾക്കൊരു കുഴപ്പമുണ്ട്, ഇടക്ക് പോയിട്ട് കള്ളുടിക്കും, ഇടക്ക് പോയിട്ട് 2 എണ്ണം കുടിക്കും. ഇത് പിടിച്ചു കഴിഞ്ഞാൽ പ്രവാചകൻ ശിക്ഷ നടപ്പാക്കും. എന്താണ് ശിക്ഷ? അടിക്കാന്നുള്ളതാണ്. കള്ളു കുടിച്ച അടിയാൻ, അടി കിട്ടും. വീണ്ടും ഇയാൾ പശ്ചാത്തപിക്കുന്നുണ്ടാവും, വീണ്ടും പോയി കുടിക്കും. അങ്ങനെ കുറെ ഇങ്ങനെ ആവർത്തിച്ചപ്പോ ഒരു വട്ടം അടി കൊള്ളുമ്പോ ഒരു സ്വഹാബി പറഞ്ഞു, അല്ലാഹുമ്മ ലഅനഹു, അല്ലാഹുവേ അവനെ നീ ശപിക്കണേ റബ്ബേ, ഈ മനുഷ്യനെ നീ ശപിക്കണേ റബ്ബേ. കാരണം എത്ര വട്ടാണ് ഇയാൾ ഈ പാപം ആവർത്തിക്കുന്നത്, എത്ര വട്ടാണ് റസൂലിനെ ഇയാൾ പ്രയാസപ്പെടുത്തുന്നത്. ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞെന്താ അറിയോ? ലാ തലഅനൂ, അയാളെ നിങ്ങൾ ശപിക്കരുത്, അയാളെ നിങ്ങൾ ശപിക്കരുത്. കാരണം എനിക്കറിയാം അയാൾ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അയാളുടെ ജീവിതത്തിൽ തെറ്റുണ്ട്, അയാളുടെ ജീവിതത്തിൽ കുറവുമുണ്ട്, പക്ഷേ അയാൾ അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അയാളെ നിങ്ങൾ ശപിക്കരുത്. അയാൾ കുടിച്ചു, അയാൾക്ക് നമ്മൾ ശിക്ഷ നൽകി, അയാൾ പശ്ചാത്തപിച്ചു. അല്ലാഹുവും അയാളും തമ്മിലുള്ള ഇടപാടാണ്, അയാളെ നിങ്ങൾ ശപിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നോക്ക് നിങ്ങൾ, സഹാബത്ത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടായ കുറവ് കാരണം അയാളെ ശപിക്കാൻ മുതിർന്നപ്പോ റസൂലുള്ള അവരെ തടഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞത്? അയാൾ കുടിക്കുമെങ്കിലും അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ് അയാൾ എന്ന ആ മനുഷ്യന്റെ ജീവിതത്തിലെ നന്മയെ കാണാൻ പ്രവാചകൻ പരിശ്രമിച്ചു എന്നുള്ളതാണ്. ഇതാവണം നമ്മുടെ ജീവിതം. എത്ര തെറ്റുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനായാലും ആ മനുഷ്യനിലെ നന്മയെ കണ്ടെത്താൻ നമുക്ക് കഴിയണം, ആ മനുഷ്യനിലെ ഗുണങ്ങളെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. എന്നിട്ട് ആ ഗുണങ്ങൾ വളർത്തിയെടുക്കാനും ആ ഗുണത്തിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിലുള്ള കോട്ടങ്ങളും വൃത്തികേടുകളും ഇല്ലാതാക്കിയെടുക്കാനും നമുക്ക് സാധിക്കണം. അതാണ് ഏറ്റവും നല്ല ഹൃദയം. എന്താ ഏറ്റവും നല്ല ഹൃദയത്തിന്റെ അടയാളം? എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയും, എല്ലാവരെയും സ്വീകരിക്കാൻ കഴിയും, എല്ലാവർക്കും മാപ്പ് കൊടുക്കാൻ കഴിയും, എല്ലാവരോടും വിശാലത കാണിക്കാൻ കഴിയും,
ജീവിതത്തിൽ തന്നോട് എന്തൊക്കെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ചെയ്തിട്ടുണ്ടെങ്കിലും ആ മനുഷ്യൻ മുന്നിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് എനിക്ക് നിങ്ങളെ മാപ്പ് തരണമെന്ന് പറഞ്ഞാൽ മാപ്പ് കൊടുക്കാൻ യാതൊരു മടിയും ഈ പരിശുദ്ധമായ ഹൃദയമുള്ള മനുഷ്യർക്ക് ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഹൃദയവുമായിട്ടാകണം എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാൻ മാസത്തിനെ നമ്മൾ വരവേൽക്കുന്നത്. അഹങ്കാരമില്ലാത്ത, അസൂയയില്ലാത്ത, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയാത്ത, മറ്റുള്ളവരുടെ തിന്മകൾ ചുഴിഞ്ഞന്വേഷിക്കാത്ത, പരിശുദ്ധമായ പരിപാവനമായ പാതിവൃത്യമുള്ളൊരു ഹൃദയവുമായിട്ട് വേണം എന്റെ പ്രിയപ്പെട്ടവരെ റമദാൻ മാസത്തെ നമ്മൾ വരവേൽക്കേണ്ടത്. ഈ റമദാൻ വരുന്നതിന്റെ മുന്നേ ഉടഞ്ഞുപോയ ബന്ധങ്ങളെല്ലാം ചേർക്കാൻ നമുക്ക് സാധിക്കണം. വിണ്ടു നിൽക്കുന്നിടങ്ങളിലെല്ലാം ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കണം. ഉപ്പയുമായി തെറ്റി നിൽക്കുന്നവർ, ഉമ്മയുമായി തെറ്റി നിൽക്കുന്നവർ, സഹോദരന്മാരുമായി പിണങ്ങി നിൽക്കുന്നവർ, കുടുംബക്കാരുമായി പിണങ്ങി നിൽക്കുന്നവർ, പഴയ പരിചയക്കാരും സുഹൃത്തുക്കളുമായി പിണങ്ങി നിൽക്കുന്നവർ, ആ പിണക്കത്തിന്റെ അവസാനത്തെ തീയതി എന്റെ പ്രിയപ്പെട്ടവരെ റമദാനിന്റെ മുന്നേ ആവണം. റമദാനിലേക്ക് ആ പിണക്കവുമായി, ആ തെറ്റുമായി, ആ വൈരാഗ്യവുമായി, ആ വിദ്വേഷവുമായി കടന്നു പോകുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകരുത്. കാരണം എന്താ കാരണം? നമ്മൾ റമദാനിൽ 30 ദിവസവും നോമ്പെടുത്തു, 30 ദിവസവും തറാവിഹ് നമസ്കരിച്ചു, 5ഉം 6ഉം വട്ടം ഖുർആൻ ഓതി തീർത്തു, എത്രയോ വട്ടം അല്ലാഹുവിന്റെ മുന്നിൽ കൈ ഉയർത്തിയിട്ട് കണ്ണുനീരൊലിപ്പിച്ച് പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്തു. റമദാൻ 30-ന് ഈ അമലുകൾ മുഴുവൻ ആകാശത്തേക്ക് ഇങ്ങനെ ഉയർന്നു പോകുമ്പോ പടച്ചോൻ പറയും, ഓന്റെ അമൽ ഇങ്ങോട്ട് എടുക്കണ്ട. അല്ലാഹു അക്ബർ. അവന്റെ അമൽ ഇങ്ങോട്ട് എടുക്കണ്ട, അത് ഒന്നാൻ ആകാശത്തിന്റെ കീഴെ ക്ലിയറൻസ് കിട്ടാതെ കെട്ടിക്കിടക്കും. എന്താ കാരണം? നമ്മുടെ മനസ്സിൽ ആരോടോ പകയുണ്ട്, ആരോടോ ദേഷ്യമുണ്ട്, ആരോടോ വിദ്വേഷമുണ്ട്. അതുകൊണ്ട് നമ്മുടെ അമലുകൾ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക് ഉയരാതെ അവിടെ കെട്ടിക്കിടക്കും. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഹതഭാഗ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. എത്ര നമ്മൾ ചാണോട്ടെ, എത്ര നമ്മൾ ചെറുതായിക്കോട്ടെ, ആ ഹൃദയത്തിന്റെ വിശാലതയുമായി നമ്മളാമായി തെറ്റി നിൽക്കുന്ന ആളുകളിലേക്ക് കടന്നു ചെല്ലാനും സലാം പറയാനും മാപ്പ് ചോദിക്കാനും പൊരുത്തപ്പെടിക്കാനും കെട്ടിപ്പിടിക്കാനും മുസാഫഹാത്ത് ചെയ്യാനും നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിച്ചാൽ പരിശുദ്ധമായ ഹൃദയവുമായി ഈ പരിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നമുക്ക് സാധിക്കും. തീർച്ച ഒന്നാമത്തെ തരത്തിലുള്ള ഹൃദയം അതാണ്. റസൂലുള്ളാഹി പറഞ്ഞെന്താണ്? അത് വിശ്വാസിയുടെ ഹൃദയമാണ്. അങ്ങനെയാകണം ഒരു വിശ്വാസിയുടെ ഹൃദയം. രണ്ടാമത്തെ തരത്തിലുള്ള ഹൃദയം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് ഉറയിലിടപ്പെട്ട ഹൃദയമാണ്. അത് ഉറയിലിടപ്പെട്ട ഹൃദയമാണ്, ഷീൽഡഡ് ആണ്, കവേർഡ് ആണ്. ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? എത്ര തന്നെ ഉത്ബോധനങ്ങൾ കേട്ടാലും ആ ഹൃദയത്തിലേക്ക് കടക്കുകയില്ല, ആ മനസ്സിലേക്ക് കടക്കുകയില്ല, അവന്റെ കണ്ണുകൾ നിറയുകയില്ല, അവൻ പശ്ചാത്തപിക്കുകയില്ല. അല്ലാഹുവിന്റെ വാക്കുകളാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു മുഅ്മിനിന്റെ ഹൃദയം എങ്ങനെയാണ് ആവേണ്ടത്? ഒരു മുഅ്മിനിന്റെ ഹൃദയം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? വൈദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ ആയത്ത് അവനെ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ, പഠിച്ച റബ്ബിന്റെ വചനങ്ങൾ അവനെ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവന്റെ ഈമാനതാ വർദ്ധിക്കുകയാണ്. അവനതാ അല്ലാഹുവിനോട് പരമേൽപ്പിക്കുകയാണ്, അല്ലാഹുവിന്റെ മേലെ എല്ലാം പരമേൽപ്പിക്കുകയാണ്. വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം ഇങ്ങനെ കിടുങ്ങുമെന്നാണ്. വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂലി തറാ അയുനഹും തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ് യഖൂലൂന റബ്ബനാ ആമന്നാ ഫക്തുബ്നാ മഅശ് ശാഹിദീൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ അവതരിപ്പിച്ച പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ തറാ അയുനഹും, അവരുടെ കണ്ണുകളെ റസൂലേ താങ്കൾക്ക് കാണാം. തഫീദു മിനദ് ദംഇ മിമ്മാ അറഫൂ മിനൽ ഹഖ്, സത്യം മനസ്സിലാക്കിയത് കാരണം അവരുടെ കവിൾത്തടത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങുന്നതായി കാണാം റസൂലേ അങ്ങയ്ക്ക്. അല്ലാഹുവിന്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മറഞ്ഞുപോയൊരു ഹൃദയം നമുക്കുണ്ടാവരുത്. പരിശുദ്ധ ഖുർആനിൽ അത്തരത്തിലുള്ള ഹൃദയമുള്ള മനുഷ്യരെ കുറിച്ച് അല്ലാഹു സംസാരിക്കുകയാണ്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. അല്ലാഹു അവരുടെ ഹൃദയത്തിന് മൂടി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണിനും മൂടിയുണ്ട്, അതുകൊണ്ട് തന്നെ അവരുടെ ചെവിക്കും മൂടിയുണ്ട്. അവരൊരിക്കലും ചിന്തിക്കുകയില്ല, അവരൊരിക്കലും ആലോചിക്കുകയില്ല. ഒരു ഉത്ബോധനത്തിന്റെ വർത്തമാനങ്ങളും അവരുടെ ഹൃദയത്തിലേക്ക് കടക്കുകയില്ല. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്
ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആമി ബൽ ഹും അദൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. ഭയാനകമായ നരകത്തിന് വേണ്ടി ചില ആളുകളെ ഞാൻ പടച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് ഹൃദയമുണ്ട്, പക്ഷെ ആ ഹൃദയം കൊണ്ട് അവർ ചിന്തിക്കുകയില്ല. രണ്ട് രീതിയിലാണ് മനുഷ്യന് ചിന്തിക്കാൻ പറ്റുക. ഒന്നാമത്തത് അവന്റെ തലച്ചോറ് കൊണ്ടാണ്, രണ്ടാമത്തത് അവന്റെ ഹൃദയം കൊണ്ടാണ്. ഈ രണ്ട് ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ്രിയപ്പെട്ടവരെ? നമ്മളിങ്ങനെ റോഡിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോ ഒരു പാവപ്പെട്ട മിസ്കീനായ മനുഷ്യനതാ റോഡരികിൽ ഇരുന്നുകൊണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെണ്ടുകയാണ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുകയാണ്. തലച്ചോറ് കൊണ്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, തലച്ചോറ് കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് തലച്ചോറ് പറഞ്ഞു തരിക? നീ അയാൾക്കൊരു 100 രൂപ കൊടുത്താൽ, അല്ലെങ്കിൽ നീ ഒരു നേരത്തെ ഭക്ഷണം അയാൾക്ക് വാങ്ങിക്കൊടുത്താൽ എന്ത് നേട്ടമാണ് നിനക്കുള്ളത്? എന്ത് ലാഭമാണ് നിനക്കുള്ളത്? അതൊരിക്കലും നിനക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. നിനക്കൊരിക്കലും ഒരു ഫായിദയും അതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നാണ് തലച്ചോറ് നമുക്ക് പറഞ്ഞു തരിക. എന്നാൽ ഹൃദയം നമുക്ക് എന്താണ് പറഞ്ഞു തരിക പ്രിയപ്പെട്ടവരെ? ആയിരിക്കുന്ന മനുഷ്യനും നിന്നെപ്പോലെ വിശപ്പുണ്ട്, നിന്നെപ്പോലെ വേദനയുണ്ട്, നിന്നെപ്പോലെ പ്രയാസങ്ങളുണ്ട്. ആ മനുഷ്യന്റെ വീട്ടിലും നിന്റെ വീട്ടിൽ നിന്റെ മക്കൾ നിന്നെ കാത്തിരിക്കുന്നത് പോലെ ആ മനുഷ്യന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ആ മനുഷ്യന് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കൽ നിന്റെ മാനുഷികമായ ബാധ്യതയാണ്, നിന്റെ ധാർമ്മികമായ ബാധ്യതയാണ്, നിന്റെ മതപരമായ ബാധ്യതയാണെന്ന് ഹൃദയം പറഞ്ഞു തരുമെന്നാണ്. മനുഷ്യൻ രണ്ട് രീതിയിലാണ്. ഒന്ന് തലച്ചോറിന്റെ വർത്തമാനമാണ്, രണ്ട് ഹൃദയത്തിന്റെ വർത്തമാനമാണ്. പടച്ചറബ് പറഞ്ഞിട്ടുണ്ടാണ് പ്രിയപ്പെട്ടവരെ, ചില ആളുകളുടെ ഹൃദയം ചത്തുപോയിട്ടുണ്ടാകും, ചില ആളുകളുടെ ഹൃദയം മരിച്ചു പോയിട്ടുണ്ടാകും. അവരോട് തലച്ചോറ് മാത്രമേ സംസാരിക്കുകയുള്ളൂ, ബ്രെയിൻ മാത്രമേ അവരോട് സംസാരിക്കുകയുള്ളൂ. അവർക്ക് കാരുണ്യമുണ്ടാവുകയില്ല, അവർക്ക് വാത്സല്യം ഉണ്ടാവുകയില്ല, അവർക്ക് അനുകമ്പ ഉണ്ടാവുകയില്ല. എന്തിനും ലാഭേച്ഛ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. അവരുടെ കണ്ണുകൾ പ്രവർത്തിക്കില്ല. പാവപ്പെട്ടവന്റെ വേദന കാണാനുള്ളൊരു കണ്ണ് അയാൾക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ട് ആ വചനങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ചെവിയും അയാൾക്കുണ്ടാവുകയില്ല. ഉലൈക കല്ലനാം, അയാൾ നാൽക്കാലിക്ക് സമാനമാണ്, നാൽക്കാലികൾക്ക് സമമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണെന്ന് പടച്ചറബ് പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? ഹൃദയത്തിലേക്ക് ഉത്ബോധനങ്ങൾ പ്രവേശിക്കാത്ത മനുഷ്യർ, അള്ളാന്റെ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഏൽക്കുമ്പോ കരയാൻ കഴിയാത്ത മനുഷ്യർ, മനസ്സ് തകരാത്ത മനുഷ്യർ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂൽ കാവൽ തേടാൻ പറഞ്ഞ രണ്ട് ശാപങ്ങളുണ്ട്. രണ്ട് ശാപങ്ങൾ എന്തൊക്കെയാണ്? ആ ശാപങ്ങൾ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ തഖ്ശ വമിൻ ഐനിൻ ലാ തദ്മ. അല്ലാഹുവേ, കരയാത്ത കണ്ണുകൾ തൊട്ട് നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ. തകരാത്ത, പിടയാത്ത, ഖുശൂഇല്ലാത്ത ഹൃദയത്തെ തൊട്ട് നീ എന്നെ കാത്തുരക്ഷിക്കണേ റബ്ബേ. എന്ത് കേട്ടാലും കരയില്ല, അല്ലാഹനെ കുറിച്ച് കേട്ടാലും കരയില്ല, സ്വർഗത്തെ കുറിച്ച് കേട്ടാലും കരയില്ല, നരകത്തെ കുറിച്ച് കേട്ടാലും കരച്ചിൽ വരൂല. എപ്പോഴും ആ കണ്ണുകൾ ഉണങ്ങിയ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുകയാണ്. അത് ശപിക്കപ്പെട്ട കണ്ണാണ്, അള്ളാഹുവിന്റെ ഔദാര്യം നേടാത്ത കണ്ണാണ്. അത്തരത്തിലുള്ള കണ്ണിനെ കുറിച്ച് കാവലിനെ തേടാൻ അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്ബോധനങ്ങൾ കേട്ടാൽ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ കേട്ടാൽ ഒരു കുലുക്കവുമില്ലാതെ നിലനിൽക്കുന്ന ഹൃദയം, ആ ഹൃദയം ശപിക്കപ്പെട്ട ഹൃദയമാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ട ഹൃദയമാണ്. അള്ളാന്റെ റസൂൽ രണ്ടാമതായി എണ്ണി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഹൃദയക്കാരെയാണ്. ആ ഹൃദയം ഷീൽഡഡ് ആണ്, ആ ഹൃദയം കവേർഡാണ്, ആ ഹൃദയത്തിന്റെ അകത്തേക്ക് ഒരു ബോധവും കടക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ആ ഹൃദയം ഒരു മുഅ്മിനിന് ഉണ്ടാവാൻ പാടില്ല. അത് കാഫിറിന്റെ ഹൃദയമാണ്, അത് നിഷേധിയായ മനുഷ്യന്റെ ഹൃദയമാണ്. മൂന്നാമത്തെ തരത്തിലുള്ള ഹൃദയം ഏതാണ് പ്രിയപ്പെട്ടവരെ? പ്രവാചകൻ പറയുകയാണ്, ആ ഹൃദയം തലകുത്തനെയാണ് നിൽക്കുന്നത്. ആ ഹൃദയത്തിന്റെ അവസ്ഥ തന്നെ തലകുത്തനെയാണ്, അത് നേരെയല്ല നിൽക്കുന്നത്. ആ ഹൃദയം ആരുടേതാണ്? ആ ഹൃദയത്തിന്റെ പ്രത്യേകത അത് കപടന്റെ ഹൃദയമാണ്, അത് മുനാഫിഖിന്റെ ഹൃദയമാണ്, അത് നിഫാഖുള്ള മനുഷ്യന്റെ ഹൃദയമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിഫാഖ് എന്ന് കേൾക്കുമ്പോ നമ്മുടെ ഹൃദയത്തിൽ ഒരു സമാധാനമുണ്ട്. എന്താണത്? ഞാൻ മുനാഫിഖല്ലല്ലോ, എനിക്ക് നിഫാഖില്ലല്ലോ. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുക. മുനാഫിഖ് എന്ന് പറയുമ്പോ നമ്മളായിരിക്കും, അതെന്നെ കുറിച്ചല്ലോ, ഞാൻ മുനാഫിഖല്ലല്ലോ, ഞാൻ മുഅ്മിനല്ലേ. അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ, അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ പ്രിയപ്പെട്ടവരെ.
അശറത്തുൽ മുബശ്ശിരീനിൽ വളരെ പ്രധാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹം ടെൻഷൻ അടിച്ചൊരു വിഷയമാണ് നിഫാഖ്. അറിയോ നിങ്ങൾക്ക്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം വരെ അദ്ദേഹം വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തൊരു വിഷയമാണ് നിഫാഖ്. അല്ലാഹു അക്ബർ. റസൂലുള്ളാഹിക്ക് ഒരു രഹസ്യ സൂക്ഷിപ്പുകാരനുണ്ട്. ആരാണെന്നറിയോ? പ്രവാചകൻ എല്ലാ രഹസ്യങ്ങളും പറയുന്ന, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. ആരാന്നറിയോ നിങ്ങൾക്ക്? അറിയില്ല. ഹുദൈഫ റളിയല്ലാഹു അൻഹു. ഹുദൈഫയോട് പ്രവാചകൻ എല്ലാം പറയും, എല്ലാ രഹസ്യങ്ങളും പറയും. നമുക്കൊക്കെ അങ്ങനെ ചില ആത്മസൂക്ഷിപ്പുകാരുണ്ടാവും. എല്ലാ രഹസ്യങ്ങളും നമ്മൾ തുറന്നു പറയുന്ന ആളുകൾ. ഹുദൈഫ പ്രവാചകന്റെ ആത്മസൂക്ഷിപ്പുകാരനാണ്. എല്ലാ രഹസ്യങ്ങളും റസൂൽ ഹുദൈഫാനോട് പറയും. അങ്ങനെ പറയപ്പെട്ട രഹസ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ് ആരൊക്കെയാണ് മുനാഫിക്കുകൾ. സുബ്ഹാനല്ലാഹ്. റസൂലിന്റെ കാലത്ത് ജീവിച്ച മുനാഫിക്കുകൾ ആരൊക്കെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന് എണ്ണി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വഹയിലൂടെ. ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണ്, ഇന്നയാള് മുനാഫിക്കാണ്. മരണം വരെ പ്രവാചകൻ അത് പരസ്യമാക്കിയിട്ടില്ല. കാരണം നാളെ അവർ പശ്ചാത്തപിച്ചാലോ, നാളെ അവർ നന്നായാലോ, അതുകൊണ്ട് റസൂൽ അത് പരസ്യമാക്കിയിട്ടില്ല. ഹുദൈഫയോട് പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയോ, പ്രവാചകന്റെ മരണശേഷം ഉമറിനറിയാം ഹുദൈഫക്ക് മുനാഫിക്കളുടെ ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരമുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിന് മുന്നേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ഹുദൈഫയുടെ മുന്നിൽ വരും. എന്നിട്ട് തലതാഴ്ത്തി നിൽക്കും. എന്നിട്ട് ഇടറിയ തൊണ്ടയോടെ കണ്ടത്തോടെ ഹുദൈഫയോട് ചോദിക്കും, ഹുദൈഫ, ആ മുനാഫിക്കളുടെ ലിസ്റ്റിൽ ഉമറുണ്ടോ? ആ മുനാഫിഖുകളുടെ ലിസ്റ്റിൽ ഖത്താബിന്റെ മകൻ ഉമർ ഉണ്ടോ ഹുദൈഫ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ പ്രയാസത്തോടെ ചോദിക്കുന്നതാണ്. ആ സമയം ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയും, ഉമറിന്റെ തോളത്ത് കൈവച്ചിട്ട് ഹുദൈഫ പറയും, ഇല്ല ഉമർ, ഇല്ല, അങ്ങില്ല. എന്തിനാണ് അങ്ങ് സങ്കടപ്പെടുന്നത്? അങ്ങ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞിട്ടല്ലേ റസൂൽ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. എന്നിട്ടും അങ്ങ് എന്തിനീ പ്രയാസപ്പെടുന്നു, അങ്ങ് എന്തിനീ ബുദ്ധിമുട്ടുന്നു എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിക്കുന്നതാണ്. ആ സമയം ഉമറിന്റെ മനസ്സിൽ ഒരു സമാധാനം ഉണ്ടാവും. അദ്ദേഹം തിരിച്ചു പോകും. ദിവസങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും ഉമർ വരും. ഹുദൈഫ, ആ പട്ടികയിൽ ഞാനില്ലല്ലോ അല്ലേ? എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പറയുന്നതല്ലല്ലോ, എന്നെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പറയുന്നതല്ലല്ലോ, ആ പട്ടികയിൽ ഞാനില്ലല്ലോ ഹുദൈഫ. വീണ്ടും 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 ഉറപ്പുവരുത്താണ് ഉമർ റളിയല്ലാഹു അൻഹു. വീണ്ടും വീണ്ടും എന്താ ഉറപ്പുവരുന്നത്? എനിക്ക് നിഫാഖില്ല, ഞാൻ മുനാഫിക്കല്ല. ആ ഉമറിനേക്കാൾ എത്രയോ താഴെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും സ്ഥാനം. പക്ഷെ നമുക്ക് ഉറപ്പാണ്, നമുക്ക് 100% ഉറപ്പാണ്. എന്ത്? എനിക്ക് നിഫാഖില്ല, ഞാൻ മുനാഫിക്കല്ല. പ്രിയപ്പെട്ടവരെ, തീർച്ചയായും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും അള്ളാഹുവിനോട് നമ്മൾ കാവൽ തേടേണ്ട വലിയ ദുരന്തമാണ് നിഫാഖ്. ഏതിലൂടെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ഹൃദയം നേരെയായിരിക്കും, ഒരു വിശ്വാസിയുടെ ഹൃദയമായിരിക്കും. എന്നാൽ ഏത് സെക്കൻഡിലാണ് ആ ഹൃദയം ഒരു മുനാഫിക്കിന്റെ ഹൃദയമായി നേരെ തലതിരിയുക എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. മുനാഫികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞെന്താ? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. നിശ്ചയം മുനാഫിക്കുകൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്, നരകത്തിന്റെ ഏറ്റവും ശിക്ഷയേറിയ ഭാഗത്താണ് മുനാഫിക്കുകൾ ഉണ്ടാവുക. അവരുടെ പ്രത്യേകത എന്താണ്? മുദബദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. അവരൊരു നിലപാട് ജീവിതത്തിലെടുക്കില്ല. എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ അവരുടെ ഒരു കാലൊരു തോണിയിലും മറ്റേ കാല് മറ്റേ തോണിയിലുമായിരിക്കും. ഒരു വിഭാഗം ആളുകളുടെ അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് പറയും, മറ്റേ വിഭാഗത്തിന്റെ അടുത്ത് പോയിട്ട് ഞാൻ നിങ്ങളുടെ ആളാണെന്ന് പറയും. ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകത, വഇദാ റഅയ്തഹും തുഅജിബുക അജ്സാമുഹും. അവരുടെ വേഷവിധാനങ്ങൾ കണ്ടാൽ, അവരുടെ ശരീരം കണ്ടാൽ, അവരുടെ വ്യക്തിത്വവും പേഴ്സണാലിറ്റിയും കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. വഇയഖൂലു തസ്മഉ ലിഖൗലിഹിം. അവരെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഗണഗംഭീരമായ ശബ്ദമായിരിക്കും, വാചാലമായ സംസാരമായിരിക്കും, പ്രസംഗമായിരിക്കും. അവരെ പ്രസംഗങ്ങൾ കേട്ടാൽ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും. ചില മുനാഫിക്കളുടെ അടയാളമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നതാണ്. അതിന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി അള്ളാന്റെ റസൂൽ പറഞ്ഞു തന്ന ഹൃദയം മുനാഫിക്കിന്റെ ഹൃദയമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാലാമതായുള്ള ഹൃദയം ഏതാണ്? പ്രവാചകൻ പറയുകയാണ്, കനം കുറഞ്ഞ ഹൃദയമാണ്.
അത് കനം കുറഞ്ഞ ഹൃദയമാണ്. ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണ്? ആ ഹൃദയത്തിന്റെ ഒരു ഭാഗത്ത് വിശ്വാസമുണ്ട്, മറുഭാഗത്ത് നിഫാഖുമുണ്ട്. രണ്ടും കൂടിക്കലർന്ന ഹൃദയമാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ഈ ഒരു ഹൃദയമായിരിക്കും നമ്മിൽ ഭൂരിപക്ഷം ആളുകൾക്കുണ്ടാവുക. നമ്മിൽ അധികം ആളുകൾക്കും ഈ ഒരു ഹൃദയം ഉണ്ടാവുക. ഏത് ഹൃദയം? ഒരു ഭാഗത്ത് വിശ്വാസം ഉണ്ടാവും, മറുഭാഗത്ത് നിഫാഖും ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, ഈ ഹൃദയം ഏതുപോലെ എന്നറിയോ? നല്ല ഒരു ചെടി പോലെയാണ്. ആ ചെടിയുടെ പ്രത്യേകത എന്താണ്? അതിലിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് അതിങ്ങനെ വെച്ചാൽ ആ ചെടി വളർന്ന് പന്തലിച്ച് ഒരുപക്ഷെ വലിയ മരമായി മാറി കായ്ക്കനികൾ ഉണ്ടാവും. സുന്ദരമായ രീതിയിൽ അത് വളരും. ഇനി അതിന് വെള്ളം കിട്ടാതെ, വെയിൽ കിട്ടാതെ ഒരു സ്ഥലത്ത് നമ്മൾ മാറ്റിവെച്ചാൽ ആ ചെടി കരിഞ്ഞു പോകും. അതുപോലെയാണ് ഈ ഹൃദയത്തിലുള്ള ഈമാൻ. ആ ഈമാനിന് ഇടക്കിടക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ, ഈമാനികമായ ക്ലാസുകൾ കേൾക്കുക, അതുപോലെ തന്നെ ഇഖ്ലാസും ഖുശൂഉം ഉള്ള ഒരു കൂട്ടുകെട്ടിലൂടെ ജീവിക്കുക, അതുപോലെ തന്നെ ദഅവാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ആ ഈമാനിന് നാം വെള്ളവും വലവും കൊടുത്തിട്ടില്ലെങ്കിൽ അത് കരിഞ്ഞൊന്നുമല്ലാതായി പോകും. ആ ഹൃദയത്തിലുള്ള നിഫാഖ് ഏതുപോലെയാണ്? നമ്മുടെ ശരീരത്ത് വരുന്ന ഒരു ചെറിയൊരു പൊട്ട് പോലെയാണ്, ചെറിയൊരു വ്രണം പോലെയാണ്. ആ വ്രണത്തെ ശരിയായ രീതിയിൽ ട്രീറ്റ് ചെയ്യാതെ അതിന് പൊടിയും കാറ്റും കൊണ്ടു കഴിഞ്ഞാൽ ആ വ്രണം എന്താകും? പഴുക്കും. പിന്നെ അതൊരു പുണ്ണായി മാറും, അത് വലുതാവും, അതിൽ നിന്ന് ചോരയും ചലവും ദുർഗന്ധവും ഉണ്ടാകാൻ തുടങ്ങും. അതുപോലെയാണ് ഈ മനുഷ്യരുടെ ഹൃദയത്തിലുള്ള നിഫാഖ്. അതിനെ യഥാർത്ഥമായ രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, കൃത്യമായി അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് ആ നിഫാഖ് എന്ന വ്രണത്തെ ട്രീറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ അത് പുണ്ണായി വളരും, അതിൽ നിന്ന് ചോരയും ചലവും പുറത്തേക്ക് വരും, അതാകെ വൃത്തികേടാവും. എന്നിട്ട് ആ ഹൃദയത്തെ മുഴുവൻ അതൊരു വ്രണമാക്കി മാറ്റുകയും ചെയ്യും. ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത തലകുത്തനെയുള്ള മുനാഫിഖിന്റെ ഹൃദയമായി അത് മാറുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ 4 തരം ഹൃദയത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ 30 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും നമുക്ക് നേടാനുള്ളത് പ്രവാചകൻ 1ാമത്തെ കാറ്റഗറിയിൽ പറഞ്ഞ പരിശുദ്ധവും പരിഭാവനവുമായ ഹൃദയമാണ്. ആ ഹൃദയത്തിലെ തഖ്വ ഉണ്ടാവുകയുള്ളൂ. ആ തഖ്വ നേടിയെടുത്താൽ മാത്രമേ ഈ റമദാൻ ഫലവത്താവുകയുള്ളൂ. ഈ പരിശുദ്ധ റമദാൻ ഫലവത്താവാൻ ആ തഖ്വ നേടിയെടുക്കണം. എപ്പോഴാണ് റമദാനിന് വേണ്ടി പരിശ്രമിക്കുക? ഏതായാലും റമദാനൊക്കെ തുടങ്ങട്ടെ, എന്നിട്ട് അതിനുള്ള പണി തുടങ്ങാം. അല്ല, പണ്ഡിതന്മാർ പറഞ്ഞെന്താ അറിയോ? റജബ് മാസത്തിൽ വിത്തിറക്കണം. എപ്പോ? റജബ് മാസം വിത്തിറക്കണം. റജബ് കഴിഞ്ഞു, വിത്തിറക്കിയിട്ടില്ല. ഷാബാൻ മാസത്തിൽ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കണം. ഷാബാൻ ഏകദേശം കഴിയാനായി, എന്നിട്ടും വിത്തിറക്കിയിട്ടില്ല. വിത്തിറക്കിയിട്ടില്ല. എന്നിട്ട് റമദാൻ മാസത്തിൽ അതിന്റെ ഫലം കൊയ്യണം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നമ്മള് ഷാബാൻ പകുതി കഴിഞ്ഞിട്ടും വിത്ത് വരെ ഇറക്കാതെ നമ്മൾ ഇങ്ങനെ നിൽക്കാണ്. നമ്മൾ എപ്പോഴാ വിത്തിറക്കുക? റമദാൻ 1 കഴിഞ്ഞ് മാസം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വിത്ത് കൊണ്ടു ഇറക്കും. റമദാൻ പകുതി ആവുമ്പോ നമ്മളതിന് വെള്ളമൊഴിച്ചിട്ടുണ്ടാവും. ഫലം ആകുമ്പോഴേക്ക് പിന്നെ ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടിട്ടുണ്ടാവും. റമദാന്റെ വഴിക്ക് അങ്ങോട്ട് പോവും. ഞാൻ ഈ പറഞ്ഞ വിത്തിറക്കലും വെള്ളമൊഴിക്കലൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ? ഖുർആനൊക്കെ ഇങ്ങനെ തട്ടുംപുറത്തൊന്ന് പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും. ഖുർആനൊക്കെ അതൊക്കെ ഇങ്ങനെ പുറത്തെടുത്ത് പൊടിയൊക്കെ തട്ടി വെച്ച് ഒന്ന് തുറന്ന് ഒന്നിരിക്കേണ്ടത് എപ്പോഴാണ്? റമദാൻ തുടങ്ങുമ്പോഴല്ല, റജബിലാണ്. റജബിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന്റെ റുട്ടീൻസ് ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുക. ഖുർആൻ ഓതാനുള്ള കുറച്ചധിക സമയം നമ്മൾ കണ്ടെത്തുക. അതാണ് വിത്തിറക്കൽ. റജബ് മാസത്തിൽ നമ്മുടെ റുട്ടീൻസ് അറേഞ്ച് ചെയ്യുക. ഷാബാൻ മാസം എത്തിക്കഴിഞ്ഞാൽ ആ അറേഞ്ച് ചെയ്ത പരിശുദ്ധ ഖുർആൻ ഓതാൻ നമ്മൾ കണ്ടെത്തിയ ആ സമയം, ഇബാദത്ത് ചെയ്യാൻ കണ്ടെത്തിയ ആ സമയം ഒന്നുകൂടി കൺസോൾട്ടേറ്റ് ചെയ്യുക, ഒന്നുകൂടി ശക്തിപ്പെടുത്തുക, ഒന്നുകൂടി മനസ്സാന്നിധ്യത്തോടെ ഇരിക്കാൻ കഴിയുക. അങ്ങനെ ഷാബാൻ മാസം 1 മാസം കഴിഞ്ഞാൽ റമദാൻ ആകുമ്പോഴേക്ക് നമ്മുടെ ഈ വിത്ത് വിളഞ്ഞിട്ടുണ്ടാവും, അതിൽ കായ്ക്കനികൾ ഉണ്ടായിട്ടുണ്ടാവും. അതെന്താണ്? റമദാൻ മാസമാകുമ്പോ കൃത്യമായ ഇബാദത്ത് ചെയ്യാനുള്ള, കൃത്യമായ ഖുർആൻ ഓതാനുള്ള, കൃത്യമായി ദുആ ചെയ്യാനുള്ള, കൃത്യമായ തിലാവത്തിനുള്ള, കൃത്യമായ അദ്കാറിനുള്ള, സുയാമിനുള്ള, ഖിയാമിനുള്ള എല്ലാത്തിനുമുള്ള സമയം നമ്മൾ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടാവും. അതിന് നമ്മൾ പരിശീലനം നേടിയിട്ടുമുണ്ടാവും. ആ റമദാൻ മാസത്തിൽ അതിന്റെ ഫലം നമുക്ക് ഇങ്ങനെ കൊയ്യാനും കഴിയും. ഇതുവരെ താമസിച്ചിട്ടില്ല. ഇനിയിപ്പോ 1 മാസം കൊണ്ട് ചെയ്യേണ്ട പണി ഈ 10-13 ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണം. ഇന്ന് 11ആണ്, 23, 22, 24 ദിവസങ്ങളായിരിക്കും റമദാൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ എന്താ ചെയ്യാ? ഈ 4-5 ദിവസം കൊണ്ട് നമ്മൾ വിത്തിറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ റുട്ടീൻസും റീഅറേഞ്ച് ചെയ്യുക. എന്നിട്ട് ബാക്കിയുള്ള 5-6 ദിവസം എന്ത് ചെയ്യുക? അതിനെ അന്നൊന്ന് ഉറപ്പിക്കുക.
അതിനൊന്ന് ശക്തിപ്പെടുത്തുക. റമദാൻ ആകുമ്പോഴേക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സമയം നാം കണ്ടെത്തണം. വളരെ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഇബാദത്ത് എന്താണ്? റമദാനിന്റെ മുന്നേ ഈ പറയുന്ന ശുദ്ധീകരണ പ്രക്രിയയിൽ നമ്മൾ നടത്തേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നമ്മുടെ പാപക്കറകൾ കഴുകിക്കളയുക എന്നതാണ്. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പാപക്കറകൾ മുഴുവനും കഴുകിക്കളയുക. നിങ്ങൾ നോക്ക്, നാടുകളെ പള്ളികൾക്ക് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്, വീടുകൾക്ക് പെയിന്റ് അടിക്കുന്നുണ്ട്, മദ്രസകളൊക്കെ ഇങ്ങനെ ഒരുങ്ങാൻ റമദാൻ മാസം വരുമ്പോഴേക്ക് പള്ളികളൊക്കെ ഇങ്ങനെ തിളങ്ങും. ആ കോലത്തിലായിട്ടുണ്ടാവും, നല്ല ഉഷാറായിട്ടുണ്ടാവും. പക്ഷേ ഹൃദയത്തിന്റെ ചേറുകൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അതങ്ങനെ തന്നെ അവിടെ കിടക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, ഹൃദയമാദ്യം, ഞാൻ ഈ പറഞ്ഞ 4 ഹൃദയങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഹൃദയമാദ്യം കഴുകി പൂർണ്ണമായി ശുദ്ധിയാക്കുക, പൂർണ്ണമായി ഹൃദയശുദ്ധി വരുത്തുക. അതിനെന്താ വേണ്ടത്? പശ്ചാത്തപിക്കുക എന്നതാണ്, അള്ളാഹുവിനോട് തൗബ ചെയ്യുക എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയാൻ, വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു الذين يتبعون الشهوات أن تميلوا ميلا عظيما. അള്ളാഹു നിങ്ങൾക്ക് പശ്ചാത്താപം നൽകാൻ ഉദ്ദേശിക്കുന്നു. അള്ളാഹു നിങ്ങളുടെ പാപം പുറത്തു തരാൻ ഉദ്ദേശിക്കുന്നു. വയുരീദൂന അയ്യത്തബിഊന ശഹവാത്ത്, നിങ്ങളാകട്ടെ ഈ ഷഹവാത്തുകളെ, ഈ തിന്മകളെ ഇങ്ങനെ പിൻപറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മുടെ മുന്നിൽ തുറന്നു തന്ന, അള്ളാഹു നമുക്ക് മുന്നിൽ ഒരുക്കി തന്ന ഈ പ്രവിശാലമായ തൗബയുടെ വാതിലിലേക്ക് നമ്മൾ കിടക്കുക. അതിന്റെ പടി എന്താണ്? ഒന്നാമത്തത്, ചില ആളുകളോട് തൗബയെ കുറിച്ച് നമ്മൾ പറഞ്ഞാൽ അവരെന്താ പറയറിയോ? ഞാൻ അതിന് വലിയ തെറ്റുകളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനത് വലിയ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ റസൂലിന്റെ വാക്കിനെതിരാണത്. കുല്ലു ബനി ആദമ ഖത്താഊൻ അഫ്ദലുഹും അത്തവ്വാബീൻ. ആദമിന്റെ എല്ലാ സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്, എല്ലാ സന്തതികളും പാപം ചെയ്യുന്നവരാണ്. അഫ്ദലുഹും അത്തവ്വാബീൻ, അവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാണ്? തൗബ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തെറ്റുണ്ട്, പാപങ്ങളുണ്ട്. ഒന്നാമതായി നമ്മൾ അംഗീകരിക്കേണ്ടത് ഞാൻ പാപിയാണെന്നുള്ളതാണ്. ഞാൻ തെറ്റുകാരനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനല്ല എന്ന് നമ്മൾ അംഗീകരിക്കുക, പാപത്തെ അംഗീകരിക്കുക. രണ്ടാമതായി അള്ളാഹുവിന്റെ മുന്നിൽ അത് ഏറ്റുപറയുക, ഞാൻ തെറ്റ് ചെയ്യുന്നവനാണ് റബ്ബേ, എനിക്ക് നീ പുറത്തു തരണമെന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുക. മൂന്നാമതായി, റബ്ബേ ഇനി ആ പാപങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ ദൃഢനിശ്ചയം ചെയ്യുക. നമ്മളുമായി ഇടപാടുകൾ ആളുകളുണ്ടെങ്കിൽ ആ ഇടപാടുകൾ തീർക്കുക. തൗബ പൂർത്തിയായി. വളരെ സിമ്പിളാണ്, വളരെ എളുപ്പമാണ്. തൗബ പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും റമദാൻ വരുന്നതിന് മുന്നേ ഒരുക്കുക എന്നതാണ്. റമദാനിൽ നമ്മൾ ഏറ്റവും പ്രധാനമായ ഇബാദത്ത് ഏതാണ് ചെയ്യേണ്ടത്? ശുഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അല്ലാഹു അക്ബർ. പരിശുദ്ധ റമദാൻ മാസത്തെ റമദാൻ മാസമാക്കിയത് എന്താണ്? ഖുർആനിന്റെ അവതരണമാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ആ റമദാൻ മാസത്തിലാണ്. അതാണ് റമദാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് ആ ഖുർആനുമായി ഒരു ഹൃദയ ബന്ധമുണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഹൃദയവുമായി ഖുർആൻ ഒരു അഭേദ്യമായ ബന്ധമുണ്ടാക്കിയെടുക്കാൻ ഈ റമദാൻ മാസത്തിൽ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ആ ഖുർആനുമായി നമ്മൾ അടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന അത്ഭുതകരമായ പല അനുഭവങ്ങളും പല സംഭവങ്ങളും ഉണ്ട്. നിങ്ങൾ കുറെ ഖുർആൻ ഓതുന്ന, ഖുർആനുമായി തദബ്ബുർ നടത്തുന്ന, ഖുർആനുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ആളുകളോട് കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചു നോക്ക്. അവർക്ക് ഖുർആനിന്റെ പല വിഷയങ്ങളും പറയാനുണ്ടാവും, പല കാര്യങ്ങളും അവർക്ക് ഖുർആന്റേതായി പറയാൻ. നിങ്ങൾക്കറിയോ, എത്രയോ അമുസ്ലിങ്ങളെ ഈ പരിശുദ്ധ ഖുർആൻ ആത്മഹത്യയുടെ വക്കിൽ നിന്ന് കൈപിടിച്ച് കയറ്റിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു സംഭവം. ഒരു മനുഷ്യൻ തന്റെ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ഒരു മനുഷ്യൻ തന്റെ 2 പെൺകുട്ടികളാണ്, അദ്ദേഹത്തിന്റെ ഭാര്യ, 2 പെൺകുട്ടികൾ, എല്ലാവരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. എപ്പോഴാണ് ആത്മഹത്യക്ക് വേണ്ടിയുള്ള ഭക്ഷണം, വിഷം കലർത്തിയ ഭക്ഷണം, രാത്രി ഉറങ്ങാൻ പോകുമ്പോ വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് കിടക്കാന്ന് ഭാര്യയും ഭർത്താവും തീരുമാനിച്ചു. മക്കള് തീരുമാനങ്ങളൊന്നും അറിയില്ല. അങ്ങനെ ഭക്ഷണത്തിൽ വിഷമൊക്കെ കലർത്തി ഭക്ഷണം കഴിക്കാനുള്ള സമയമാകുന്നതിന് മുന്നേ ഈ മനുഷ്യൻ തന്റെ സിറ്റിംഗ് റൂമിൽ കുറച്ചു നേരം വന്നിരുന്നു. അയാളുടെ പുസ്തകങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ച് ഷെൽഫിലേക്കൊന്ന് നോക്കി. ആ ഷെൽഫിൽ വർഷങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് ആരോ നൽകിയ പരിശുദ്ധ ഖുർആന്റെ ഒരു പ്രതി, അയാളെ ഖുർആനിന്റെ ഒരു കോപ്പി അയാളിങ്ങനെ മാടി വിളിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. അയാൾ എഴുന്നേറ്റു, ഷെൽഫ് തുറന്നു, ആ ഖുർആൻ എടുത്തു,
ഖുർആൻ എടുത്തിട്ട് നേരെ തന്റെ ഇരിപ്പിടത്തിൽ വന്നിരുന്ന് ഖുർആൻ തുറന്നപ്പോ തന്നെ അയാളെ കാണുന്നത് എന്താ അറിയോ? വലാ തഖ്തുലൂ ഔലാദക്കും മിൻ ഇംലാഖ് നഹ്നു നർസുഖുക്കും വഇയ്യാഹും. ജീവിതത്തിന്റെ പ്രതിസന്ധി ഭയന്നുകൊണ്ട്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നുകളയരുത്. നഹ്നു നർസുഖുക്കും വഇയ്യാഹും, ഞാനാണ് അവർക്കും നിങ്ങൾക്കും അന്നം നൽകുന്നവൻ, അവർക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നവൻ, റിസ്ക് നൽകുന്നവൻ എന്ന അല്ലാഹുവിന്റെ വാക്ക് ഈ മനുഷ്യൻ കേട്ടപ്പോ അയാളുടെ കണ്ണിലാകെ ഇരുട്ട് കയറിപ്പോയി. അയാളുടെ ഹൃദയം നിലച്ചതുപോലെ അയാൾക്ക് തോന്നി. കാരണം തന്റെ അടുത്ത കൂട്ടുകാരൻ തന്നോട് സംസാരിക്കുന്നത് പോലെ, തന്റെ പിതാവ് സംസാരിക്കുന്നത് പോലെ, തന്നോട് അങ്ങേയറ്റം വാത്സല്യമുള്ള ഏതോ ഒരു അജ്ഞാത ശക്തി തന്നോട് സംസാരിക്കുന്നത് പോലെ ആ മനുഷ്യന് തോന്നി. അയാൾ ഖുർആൻ അടച്ചിട്ട് നേരെ അടുക്കളയിലേക്ക് ചെന്നു. വിഷം കലർത്തി വെച്ച ആ പാത്രം എടുത്തിട്ട് അതുപോലെ വേസ്റ്റിലേക്ക് കൊട്ടി. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, നമ്മൾ തൽക്കാലം ആത്മഹത്യ ചെയ്യുന്നില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധിയൊക്കെ, നമുക്കിപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ നേരിടാൻ എനിക്കൊരു ചങ്ങാതിയെ കിട്ടിയിട്ടുണ്ട്, ഒരു കൂട്ടുകാരനെ കിട്ടിയിട്ടുണ്ട്, അയാൾ നമ്മളോടൊപ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ് തിരിച്ച് സിറ്റിംഗ് റൂമിലേക്ക് വന്നിട്ട് ആ ഖുർആൻ അയാൾ വീണ്ടും തുറന്നു. ഫാത്തിഹ തൊട്ട് തുടങ്ങി പരിശുദ്ധ ഖുർആൻ എന്ന അറിവിന്റെ, സാന്ത്വനത്തിന്റെ, അത്ഭുതങ്ങളുടെ, മാസ്മരികതയുടെ, വശ്യതയുടെ മഹാസാഗരത്തിലൂടെ അയാൾ നീന്തി തുടിച്ചു. ഫാത്തിഹയിൽ നിന്ന് ബഖറയിലേക്കും ആല ഇമ്രാനിലേക്കും നിസായിലേക്കും മായിദയിലേക്കും അയാൾ മാറി മാറി സഞ്ചരിച്ചു. അവസാനം സൂറത്തുൻ നാസിൽ എത്തുമ്പോഴേക്ക് ആ മനുഷ്യൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഇസ്ലാം സ്വീകരിച്ചു. മുസ്ലിമായി ആ മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് അദ്ദേഹം ഖുർആൻ പരിചയപ്പെടുത്തുന്ന, ഖുർആനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു സജീവ ദാഇയായി ഇന്നും കേരളത്തിന്റെ മണ്ണിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനുമായി നമ്മൾ അടുക്കുമ്പോൾ ആ ഖുർആനിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയവുമായി സംവദിക്കും. നമ്മളോട് അത് പേഴ്സണലായി സംസാരിക്കും. വലിയ അനുഭൂതിയായിരിക്കും അത് നമുക്ക് നൽകുക. അതുകൊണ്ട് ഈ പരിശുദ്ധ റമദാനിൽ ഖുർആനുമായി ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം, ഒരു രഹസ്യബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രതിസന്ധികളെയും ആ ഖുർആനിലൂടെ സാന്ത്വനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. യഥാർത്ഥ രീതിയിൽ ഖുർആൻ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നാഥൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഏറ്റവും പരിശുദ്ധമായ ഹൃദയത്തോടുകൂടി ഈ റമദാൻ മാസത്തെ വരവേൽക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളിൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ജീവിതത്തിന്റെ അകവും പുറവും സംശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ റബ്ബേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.